സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശ്രീമദ് ഭാഗവതത്തിന് എത്ര എളുപ്പത്തിൽ ഒരാളെ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും എന്ന് പറയാം. മറ്റ് ശാസ്ത്രങ്ങൾക്കൊന്നും ഇല്ലാത്ത സവിശേഷത ശ്രീമദ് ഭാഗവതമുണ്ട്. യസ്യാ ശ്രവണമാത്രേണ ഭക്തിമുക്തി പ്രജായതേന. ഭക്തിയും മുക്തിയും ഈ ഭാഗവത ശ്രവണ മാത്രം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം സനകാദി മഹർഷിമാർ ഗംഗാതീരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഏതേത് പാപങ്ങളാണ് ഈ ശ്രീമദ് ഭാഗവതം കേട്ടാൽ നശിക്കാത്ത പാപല്യ. എത്തട്ട് പുണ്യങ്ങളാണ് ശ്രീമദ് ഭാഗവതം കേട്ടാൽ ഉണ്ടാവുക. രാജസൂയം അശ്വമേധം മുതലായ യാഗങ്ങളൊക്കെ 100 1000 കണക്കിന് ചെയ്താൽ പോലും ഈ ശ്രീമദ് ഭാഗവതം ഒരു പ്രാവശ്യം വായിച്ചാൽ ഉണ്ടാവുന്ന പുണ്യം കിട്ടില്ല. അതിനേക്കാളും 100 കണക്കിനുള്ള അശ്വമേധാദി രാജസൂയാദി യാഗങ്ങളെക്കാളും പുണ്യമാണ് ഭാഗവതം വായിക്കുന്ന ആൾക്ക് ഉണ്ടാവുന്നത്. സകല തീർത്ഥങ്ങളും ഭാഗവതം ഇരിക്കുന്നിടത്തുണ്ട്. ഭാഗവതം എവിടെ പഠിക്കുകയും വായിക്കുകയും കേൾക്കുകയും പതിവായി നടക്കുന്നുണ്ടോ അവിടെ സർവ്വ തീർത്ഥങ്ങളും സന്നിധാനം ചെയ്യുന്നതാണ്. ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായ ഈ ശ്രീമദ് ഭാഗവതത്തിനേക്കാൾ വലിയ ഒരു തീർത്ഥമില്ല. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം കേട്ടാൽ നശിക്കാത്ത പാപങ്ങളില്ല. മനസാ വാച കർമ്മണ പാപം തന്നെ ഒരാൾ ചെയ്യാൻ ഒരുങ്ങിയിരിക്കട്ടെ, അങ്ങനെയുള്ള ആൾ പോലും മുക്തരായി തീരും എന്ന് പറഞ്ഞപ്പോഴാണ് ബന്ധുകാരിയുടെ കഥ പറയാൻ ആരംഭിച്ചത്. ആത്മദേവൻ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അതിലൊന്നിലും സുഖം ഉണ്ടായില്ല. സുന്ദരിയായ ഭാര്യയുണ്ട്, നല്ല വെൽ ഫർണിഷ്ഡ് വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളോടുള്ള വീടുണ്ട്, ഭൃത്യന്മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല, സുഖം മാത്രമില്ല. നമ്മുടെയൊക്കെ സ്ഥിതിയെ നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്തായിരുന്നു അദ്ദേഹത്തിന് സുഖമില്ലാണ്ടിരിക്കാൻ കാരണം? ഓരോരുത്തർക്കും ഓരോന്നില്ലാത്തതുകൊണ്ടാണ് ദുഃഖം, അല്ലേ? ഒരാൾ അതുള്ളത് കൊണ്ട് ദുഃഖിക്കുമ്പോൾ വേറൊരാൾ അത് കിട്ടിയ സുഖാവെന്ന് വിചാരിച്ചാൽ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. അപ്പം അങ്ങനെയാണ് ലോകത്തിൽ. അദ്ദേഹം പുത്രനില്ല എന്ന് പറഞ്ഞിട്ടാണ് ദുഃഖിതനായത്. അവസാനം ജീവിതത്തിൽ മടുത്ത് ധനവും വീടും ഭാര്യയും ഒന്നും ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കാട്ടിൽ പോയി. അവിടെ വെച്ച് മഹാത്മാവിനെ കണ്ടു. അദ്ദേഹത്തിനോട് വിവേകമൊക്കെ പറഞ്ഞു കൊടുത്തു. ഏതായാലും ഈ ജീവിതത്തിൽ ദുഃഖമുള്ളൂ എന്ന് അങ്ങേക്ക് ഇത്രയും അനുഭവം കൊണ്ട് മനസ്സിലായില്ലേ, ഇനി എന്തിനപ്പോൾ തിരിച്ചു പോണത്? അതുകൊണ്ട് ഇവിടെ ഇരുന്നോളൂ, ഭഗവാനെ ഭരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഭഗവാനെ ഏകാന്തമാകര മനസ്സോട് ധ്യാനിച്ച് ഭഗവാനെ സാക്ഷാത്കരിച്ചാൽ അല്ലെങ്കിൽ ശാശ്വത ശാന്തി കിട്ടുന്നു. പക്ഷെ അതിനുള്ള പാകത വന്നിട്ടില്ല. നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മളും പറയുന്നുണ്ടെങ്കിലും നമുക്കതിന് പറ്റുന്നില്ലല്ലോ. എന്താ പറ്റാത്തത്? പാകത വരാത്തതുകൊണ്ടാണ്, അറിവില്ലാത്തതുകൊണ്ടല്ല. അറിയും നമുക്ക് ബുദ്ധി കൊണ്ട്, പക്ഷേ മനസ്സതിന് പാകമായിട്ടില്ല. മനസ്സ് വേറെ പലതിനും മോഹിക്കുന്നു. മനസ്സിൽ പല വസ്തുക്കളിലും ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും ബുദ്ധിപരമായി എത്രയൊക്കെ നമ്മൾ ഈശ്വരനാണ്, സത്യം ഈശ്വരനാണ്, ശാന്തി ഈശ്വരനാണ്, ആത്മാവ് ഈശ്വരനാണ്, നമ്മുടെ അമ്മ അച്ഛൻ ബന്ധു സുഹൃത്ത് എല്ലാം ഈശ്വരനെ ശരണമടയണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ അഹങ്കാരവും നമ്മുടെ വാസനകളും അതിന് തടസ്സമായി നിൽക്കുക. അപ്പം അതിന് പക്വത വരണം, അതിനുള്ള സമയമായിരിക്കും, അപ്പോൾ പറ്റും. ഏതായാലും ഈ ബ്രാഹ്മണന് അതൊന്നും അപ്പം തൽക്കാലം സ്വീകാര്യമായില്ല. ഈ മഹാത്മാവിൻ്റെ ഉപദേശം, മോക്ഷോപദേശം. അദ്ദേഹം എങ്ങനെയെങ്കിലും പുത്രനുണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നതായി. അതേതായാലും വേണ്ട, ഞാൻ ഒരു പഴം ജപിച്ചു തരാം, ഇത് ഭാര്യയ്ക്ക് കൊടുത്ത് വ്രതനിഷ്ഠയോടുകൂടി ഇരുന്നു എന്ന് വെച്ചാൽ അങ്ങേക്ക് നല്ലൊരു പുത്രനുണ്ടാവും യോഗ്യനായിട്ടെന്ന് പറഞ്ഞ് പഴം കൊടുത്ത് അയച്ചു. ആത്മദേവൻ ദുന്ദുരി വന്ന് കണ്ട് അതിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് പഴം കൊടുത്തു. പക്ഷേ ദുന്ദുരിക്കുണ്ടോ അതിൽ മോഹം? അവൾക്ക് പ്രസവിക്കണമെന്നേ ഇല്ല. അവൾ ശരീരത്തിൽ അത്യധികം ആസക്തിയാണ്. തൻ്റെ സൗന്ദര്യം കുറഞ്ഞാലോ, ഗർഭമൊക്കെ ധരിച്ച് ശരീരത്തിൻ്റെ രൂപമൊക്കെ മാറിപ്പോവുമല്ലോ. പ്രസവിക്കൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മട്ടും മാറിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ അതിൻ്റെ അങ്ങനെയൊക്കെ എന്താ പറയുക, സ്ലിം ബോഡിയൊക്കെ ഇട്ട ആൾക്കാർ ഇങ്ങനെ ശരീരത്തിന് വല്ലാതെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. ആഹാരമൊക്കെ വളരെ ഡയറ്റോട് കൂടി ഇരുന്നിട്ട്. അപ്പോൾ ഇവൾക്ക് അതിലൊന്നും താല്പര്യമില്ല. അവൾ തീരുമാനിച്ചു, ഒന്നിലോ വന്ധിയാവണം അല്ലെങ്കിൽ വിധവയാവണം. ഈ 2 കൂട്ടരാണ് ഭൂമിയിലെ സുഖമുള്ള സ്ത്രീകൾ. എനിക്ക് വിധവയാവാൻ നോക്കിയില്ല, ഭർത്താവുള്ളതുകൊണ്ട് പ്രസവിക്കാണ്ടിരുന്നാൽ വന്ധിയാവാം. ഏതായാലും അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ ഭർത്താവിനോട് നുണയും പറഞ്ഞു, പഴം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അയലത്തെ ഗ്രാമത്തിലേക്ക് വിവാഹം കളി കഴിച്ചു കൊടുത്ത അനുജത്തി വന്നു. ആ അനുജത്തിയോ ദാരിദ്ര്യക്കാരിയാണ്. അപ്പോൾ അവളോട് ഇടത്തി തൻ്റെ മനോവേദന മുഴുവൻ പങ്കുവച്ചു. അപ്പോൾ പണം ഉണ്ടാക്കാൻ നല്ലൊരു അവസരം നിരീച്ചുകൊണ്ട് അനുജത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഗർഭിണിയാണ്,
വിഷമിക്കേണ്ട, ഇടത്തി പ്രസവിച്ച ഉടനെ ഞാൻ എൻ്റെ ഭർത്താവ് മുഖാന്തരം കുട്ടിയൊക്കെ തരാം, അതുവരെ ഇടത്തി ഗർഭമുള്ളതായിട്ട് നടിച്ചോളൂ, എനിക്ക് ഏട്ടന് കുറച്ച് കാശ് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഞാൻ ശരിയായിക്കോളാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ടോ ആ പഴം പരീക്ഷണാർത്ഥം പ്രസവിക്കാത്ത വളർത്തുന്ന പശുവിനും കൊടുത്തു. ഇതിന് ദുഷ്ടയായ ദുന്ദുലിയുടെ അനിയത്തി പ്രസവിച്ച ആ ദുഷ്ടപുത്രനെ ഇവള് വാങ്ങി, വിലയ്ക്ക് വാങ്ങി. അനിയത്തി എന്ന് മലയപ്പുറത്ത് വളർത്തി. ആത്മദേവൻ സ്വന്തം മകൻ എന്ന് വിചാരിച്ചു. ദുന്ദുലിയുടെ മകന് ദുന്ദുകാരി എന്ന് പേരൊക്കെ ഇട്ടു. 3 മാസം കഴിഞ്ഞപ്പോൾ ആ ദിവ്യമായ യോഗീശ്വരൻ കൊടുത്ത ദിവ്യമായ പഴത്തിൻ്റെ ഫലം ദിവ്യനായൊരു ബാലനുണ്ടായി. പക്ഷേ പശുവിനാണ് ഉണ്ടായത്. പശു പ്രസവിച്ചെങ്കിലും പശുക്കുട്ടിയല്ല, ഇത് മനുഷ്യക്കുട്ടി തന്നെ. കാത് മാത്രം കുറച്ച് നീണ്ട് പശുവിൻ്റെ കുട്ടിയുടെ മതി. ഗോകർണം എന്ന് പേരിട്ടു. 2 കുട്ടികൾക്കും വേണ്ട ബ്രാഹ്മണോചിതമായ സംസ്കാരങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ദുന്ദുലി അതൊന്നും സ്വീകരിച്ചില്ല. ദുന്ദുലി മാംസഭക്ഷണവും അതുമായി മദ്യപാനവും അതുമായി സ്ത്രീസേവയും അങ്ങനെ എല്ലാ തരത്തിലുള്ള ദുരാചാര ജീവിതവും നയിച്ചു. ഗോകർണൻ ഭക്തനും പണ്ഡിതനും ജ്ഞാനിയും മഹാനുമായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ പണമൊക്കെ കഴിഞ്ഞപ്പോഴോ അച്ഛനെയും അമ്മയൊക്കെ പിടിച്ചു കെട്ടി നല്ല പിട കൊടുത്ത് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വിറ്റ് ഈ സുന്ദരിമാരെ അല്ലെങ്കിൽ വേശ്യാസ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ആത്മദേവന് അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ സംസാരം ദുഃഖമാണ് എന്ന് മനസ്സിലായുള്ളൂ. അനിത്യം അസുഖം ലോകം എന്ന് നമ്മൾ എത്ര ഗീത വായിച്ചാലും ഈ ലോകം അനിത്യവും ദുഃഖവുമാണെന്ന് നമുക്ക് എപ്പോൾ കൊള്ളുവോ, ഉള്ളിൽ ചുട്ട് വേദനിക്കുവോ അപ്പം നമ്മൾ ഭഗവാനെ പിടിക്കും. പിന്നെ നമ്മൾ ആർക്കും വേണ്ടി ആരെയും കാത്തിരിക്കില്ല. പിന്നെ ഉടനെ അജസ്വമാം എന്ന ഭഗവാന്റെ വാക്ക് അപ്പോൾ നമുക്ക് പ്രവർത്തിയിൽ വരും. ഇപ്പോൾ ഇതിന് ബോധ്യായി അനിത്യമാണ്, അസുഖമാണ്, ദുഃഖമാണ് എന്ന് മഹാത്മാവ് പറഞ്ഞതായിരുന്നു. അത് തിരിച്ചു വരേണ്ടിയിരുന്നില്ല. വന്നുകൊണ്ടാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം തോന്നി. ഉടനെ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു തലയിൽ കൈ അടിച്ച് കരഞ്ഞപ്പോൾ ആ സമയത്ത് നമുക്ക് അർഹത വരുമ്പോൾ, നമുക്ക് പാകത വരുമ്പോൾ നമ്മളെ ഉപദേശിക്കാൻ വരുന്ന ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യവും, മകനവും അറിയാൻ പറ്റില്ല അല്ലേ. ഒരു മഹാത്മാവിന് ഭാര്യയായും സുന്ദരിയായ ഭാര്യയോട് ആസക്തി എന്നാണ്. എതുവരണം വില്യമംഗലത്തിനായിരുന്നു അതിൻ്റെ പൂർവാശ്രമത്തിൽ. വേറെ ചില ആൾക്കാർ ഇങ്ങനെ പല മഹാത്മാക്കളെയും കഥ കേട്ടിട്ടുണ്ട് അല്ലേ. ഒരു ദിവസം പോലും ഭാര്യ പിരിഞ്ഞിരിക്കാൻ വയ്യ. ഭാര്യയോടുള്ള ആസക്തി കൊണ്ട് പെരും പൊരിയുന്ന മഴയത്ത് രാത്രിക്ക് രാത്രി പുഴ നിറഞ്ഞൊഴുകണു. ആ പുഴയിൽ അക്കടെ കിടക്കാൻ വഴിയില്ല. അപ്പം ഉണ്ട് എന്താ ഒരു തടി വരും തോന്നി. ഒരു ചത്ത് പൊന്തിക്കുന്ന ശവം തടിയെന്ന് വിചാരിച്ച് അതിന് കയറി പൊത്തിപ്പിടിച്ച് നീട്ടി അപ്പുറത്തുനിന്നു. ടെറസിൻ്റെ മുകളിൽ മട്ടപ്പാലിൽ കയറാൻ നോക്കിയില്ല. അപ്പം ഉണ്ട് ഒരു കയറാന്ന് വിചാരിച്ചു. ഒരു പെരുമ്പാമ്പിനെ കണ്ടു, അതിനെ പിടിച്ച് കയറി. എന്നിട്ട് ചെന്ന് വാത് മുട്ടി തുറന്നപ്പോൾ ഭാര്യ വെച്ചു, എൻ്റെ മനുഷ്യ അങ്ങനെ എങ്ങനെയാണ് ഈ മഴവെള്ളത്തിന് ഈ മഴയത്ത് ഈ ബോർഡും ഇരുട്ടത്ത് ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞു. ഈ ആവേശം ഇതിൻ്റെ ഒരു 10% ആ കൃഷ്ണനോടുണ്ടായിരുന്നെങ്കിൽ എന്നും അങ്ങയുടെ മുമ്പിൽ കൃഷ്ണൻ വരുമായിരുന്നില്ലേ, എങ്കിൽ ഈ സംസാരത്തിൽ നിന്ന് തന്നെ മോചനം കിട്ടുമായിരുന്നല്ലോ. ആ ഭാര്യ ഗുരുവായി. അതേ അപ്പളേ പാകാതെ വന്നുള്ളൂ, സമയം വന്നുള്ളൂ എന്നൊക്കെ. അപ്പം ആര് ഗുരുവാവും പറയാൻ പറ്റില്ല. നമ്മൾ ഔപചാരികമായ ഒരു ഗുരുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് പോയിച്ച് ആ ഗുരു ആവണമെന്നില്ല നമ്മുടെ ഗുരു, അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് പ്രചോദനമാവാം, ആയിരിക്കും നല്ലത്. ശരിക്കും ഗുരു നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ആരുടെ വാക്കാണ് നമ്മൾ എന്താ പറയുക, അതിൻ്റെ തീ കൊടുത്തുവിടാതെ പറയാൻ പറ്റില്ല. അതിന് പാകപ്പെട്ടതാ എല്ലാവരും നല്ലത് തന്നെ. ഏതായാലും ഇവിടെ ഇപ്പോൾ പുത്രൻ ഗുരുവായി, ഗോകർണൻ ഗുരുവായി. ഗോകർണൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് വളരെ വളരെ രക്ഷപിടിച്ചു. പറഞ്ഞു, അച്ഛാ ഇപ്പം അച്ഛന് മനസ്സിലായില്ലേ, ഈ ലോകത്തിൽ ഒരു വസ്തുവേയും ഇല്ല അച്ഛാ സുഖം. ഈ ലോകം മുഴുവൻ സ്വന്തമാക്കി ഭരിക്കുന്ന ചക്രവർത്തിമാർ എത്ര പേരുണ്ടായിരുന്നു? 7 ദ്വീപുകളും വൻകരകളും 7 ഭൂഖണ്ഡങ്ങളും അടക്കി ഭരിച്ചവരുണ്ടായിരുന്നു. അവർക്ക് ആരെങ്കിലും അതുകൊണ്ട് സുഖമുണ്ടായോ? പിന്നെ സുഖം ചക്രവർത്തിനഹ. എന്നാൽ ഈ ഭൂമി മുഴുവൻ പിടിച്ചടക്കി ഇവിടെ ധാരാളം പുണ്യകർമ്മങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ ചെയ്ത് അതിൻ്റെ പുണ്യം കൊണ്ട് സ്വർഗത്തിൽ പോയി സ്വർഗലോകത്തെ ചക്രവർത്തിയായി ദേവേന്ദ്രനോട് ചോദിച്ചു നോക്കൂ, ദേവേന്ദ്ര അവിടെ പോയിട്ട് അങ്ങ് ഇവിടെ സുഖമില്ലാണ്ടാണ് അവിടെ പോയത്, പുണ്യം ചെയ്ത് യാഗം ചെയ്ത്. അവിടെ അങ്ങേക്ക് സുഖമാണെന്ന് വെച്ചാൽ അയ്യോ അസുരന്മാരെ പേടിച്ചിരിക്കണം. എപ്പോഴും ഭൂമിയിൽ ആരെങ്കിലും 100 യാഗം നടത്തണ്ടെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ സമാധാനം പോയി. പിന്നെ അത് മുടക്കാൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞയക്കണം അല്ലേ, എൻ്റെ സ്ഥാനം തട്ടി വലുതാകുമെന്ന്. ഇന്ന സുഖം ഇന്ന ഇന്ദ്രസ്യ സുഖം കക്ഷിത്, ഇന്ദ്രൻ്റെ സുഖം. പിന്നെ ആർക്ക് സുഖമുണ്ട്? സുഖമസ്തി, ഒരാൾക്ക് സുഖമുണ്ട് എന്നാണ് പറഞ്ഞത്. ആർക്കാ? മുനേഹേ, മുനിക്കാണ് സുഖമുള്ളത്. അത്ര ആരാ മുനി? മനനശീലനാണ്, മനനം ചെയ്യുന്നവനാണ്. മനസ്സിനെ അന്തർമുഖമാക്കി ദൃശ്യമായ പ്രപഞ്ചത്തിലെ സമസ്തവും മാറി മറയുന്നതും ക്ഷണികവും നശ്വരവുമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അവിടുന്ന് മനസ്സിനെ
ഈ മാറ്റങ്ങൾക്ക് ആശ്രയമായി മാറ്റങ്ങളൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് മാറാതെ ദൃക്സ്വരൂപനായി സ്വന്തം ഹൃദയത്തിൽ വിരാജിക്കുന്ന പരമാത്മസ്വരൂപത്തിലേക്ക് പതുക്കെ 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 തിരിക്കാൻ ശീലിച്ചിട്ടാണ്. പശ്യ അനിശം ജഗത് ഇതം ക്ഷണഭംഗനിഷ്ടം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഈ സംസാരം ദുഃഖമാണെന്നല്ലേ നമുക്ക് ബോധ്യപ്പെടുന്നത്, സുഖമാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടോ? ആ സുഖമാണെന്ന് തോന്നുന്ന പോലും ദുഃഖത്തിന് കാരണമുണ്ട്. എന്താണ് ക്ഷണഭംഗനിഷ്ടം? അനുനിമിഷം മാറി പറയുന്നതും ക്ഷണഭങ്കുരമാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും, നമ്മുടെ ശരീരമടക്കം. പശ്യ, ഇത് കാണൂ, നോക്കൂ, അനിശം, എപ്പോഴും നിരന്തരം. ഇതാണ് ഇതം ജഗത്ത്, ഈ ജഗത്തിൻ്റെ സ്വഭാവം. എന്നാലോ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്തുനിന്ന് ശാശ്വതമായ സുഖവും സമാധാനവും സുരക്ഷിതത്വവും കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പിന്നാലെ ഭ്രമിച്ചോടണം. ഇതിൻ്റെ പേരാണ് അജ്ഞാനം, മായ എന്ന്. ഇത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടാവണം, അതിനുള്ള പുണ്യം ഉണ്ടാവണം, സുഹൃതം ഉണ്ടാവണം. അതേ ഉണ്ടായി. എന്നിട്ടോ രാഗരസികോഭവ, അതിൽ ആസക്തി ഇല്ലാണ്ടാവണം. എന്നിട്ടോ നിത്യവും ശാശ്വതനുമായ ആ പരമാത്മസ്വരൂപനായ ഭഗവാനോട് രാഗം, വിശേഷപ്പെട്ട രാഗം ഉണ്ടാവണം. വൈരാഗ്യം എന്ന് നോക്കുമ്പോൾ പൊതു ആൾക്കാർക്ക് ഒരു ഡ്രൈയാ, ശുഷ്കല്ലത്, ബഹുരസമാണെന്നർത്ഥം. എന്താ വിശേഷേണ രാഗം ഭഗവാനിൽ ഉണ്ടാവുന്നതാണ്. ഭഗവതി അനുരാഗ വിഷയേഷു വിരാഗ. വിഷയങ്ങൾ എങ്ങനെയുള്ളതാണ്? നശ്വരമാണ് എന്ന് ബോധ്യം വന്നിട്ട് അതിനോട് നശ്വര വസ്തുക്കളോടുള്ള ആ രാഗം പോയിട്ട് നിത്യവസ്തുവായ ഭഗവാൻ വിശേഷപ്പെട്ട രാഗം ഉണ്ടാകും. അതാണ് വിരാഗം. അതാണ് ഇതിനോട് പറഞ്ഞത്. വൈരാഗ്യരാസ രസികനായിട്ട് എന്ത് ചെയ്യണം? ഭഗഭക്തിനിഷ്ഠ. അല്ലെങ്കിൽ എന്താ ഈ ഒക്കെ ഒരു സുഖമില്ല അല്ലേ? ഭഗവാൻ ഭക്തി ഇല്ലാത്ത, ഭഗവാനിലേക്ക് തിരിയാത്ത മനുഷ്യൻ്റെ വൈരാഗ്യം അവന് സുഖം കൊടുക്കില്ല. അത് ബോറിങ്ങാണ്. അതേ അങ്ങനെ അലഞ്ഞു നടക്കുള്ളൂ. നേരെ മറിച്ചോ ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഭക്തിനിഷ്ഠനാവണം, ഭഗവാനിൽ മനസ്സ് വെക്കണം, ഭഗവാനോട് പ്രേമുണ്ടാവണം, ഭഗവാനാണ് നിത്യശാശ്വത ആനന്ദ സ്വരൂപനെന്ന് ബോധ്യം വരണം. അതുകൊണ്ടാണ് പറഞ്ഞത് സുഖമസ്തി വിരക്തസ്യ മുനേഹ ഏകാന്ത ജീവിനഃ. ഏകാന്തത്തിലിരുന്ന് ആ ഏകസ്വരൂപനായ ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മുനിക്കാണ് സുഖമുള്ളത്. അതുകൊണ്ട് ധർമ്മം ഭജസ്വ. എന്താണ് ചെയ്യേണ്ടത്? ഇത് ആത്മദേവന് മാത്രമുള്ള ഉപദേശമല്ല. നമ്മൾ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ പണ്ടൊരു ആത്മദേവൻ ഉണ്ടായിരുന്നു, ദുന്ദുഹരി ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഓരോരുത്തരും ഈ ആത്മദേവന്മാരാ. നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ശാന്തിക്കും സുഖത്തിനും സമാധാനത്തിനും വേണ്ടി ലോകത്തിലും അതുണ്ടായാലാവും ഇതുണ്ടായാലാവും വെച്ചാൽ അതിന് പിന്നാലെ കോട് അതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ നോക്കുക. എന്തൊക്കെ ഉണ്ടായിട്ടും സുഖം കിട്ടണില്ല, സമാധാനം കിട്ടണില്ല. ഈ ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെ നമുക്ക് ഭാരമാവും. ശരിയല്ലേ? അവസാനം ഇങ്ങനത്തെ സത്സംഗം കേൾക്കുമ്പോൾ നമുക്ക് വിവേകം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. ഒന്നിലേ സുഖമുള്ളൂ, ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ മാത്രം. അത് മാത്രമാണ് മാറാത്തത്, നശിക്കാത്തത്, നിത്യമായത്. ആ ഭഗവാൻ ആനന്ദസ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ് എൻ്റെ കണ്ണൻ. ആ ഭഗവാനെ സർവാത്മന ആശ്രയിക്കാൻ തുടങ്ങണം. അതിനോ ഭാഗവത ധർമ്മത്തെ ഭരിക്കൂ, അനുഷ്ഠിക്കൂ, ഭാഗവതധർമ്മം അനുഷ്ഠിക്കൂ. മഹാത്മാക്കളുടെ ധർമ്മത്തെ, ഭഗവാന്റെ കഥാശ്രവണം, കീർത്തനം, സ്മരണം, ചിന്തനം ഇത്യാദി ധർമ്മങ്ങളാണ് പിന്നെ ഇടക്ക് ഏകാദത്തിൽ പോയാൽ ചെയ്യാനുള്ളൂ. ആകപ്പാടെ സാധുപുരുഷാൻ സേവസ്വ, സജ്ജനങ്ങളെടുത്ത് പോകൂ, സത്സംഗം ചെയ്യൂ. അതാണ് അതിനുള്ള മെയിനായിട്ടുള്ള മാർഗം. കാമതൃഷ്ണയെ തിരിക്കൂ. ഇനി അതിനെതിലുള്ളതായ ആഗ്രഹം വെടിയൂ. അത് ദുഃഖമാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരുടെ ഗുണദോഷങ്ങൾ ചിന്തിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ലക്ഷ്യമില്ല, നമുക്ക് ഭഗവാനാകുന്ന ലക്ഷ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ അവരെ വരെയും പറഞ്ഞിരിക്കുള്ളൂ. അവരെ വരെയും കുറ്റവും കുറവും പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് മഹത്തായ ലക്ഷ്യം ഇന്ന് നേടാനില്ല. അതിനെ അതുകൊണ്ട് അന്യസ്യ ഗുണദോഷ ചിന്തനം ആശു തെക്കുക, അത് മുത്തുക, വെടിയും. ആരുടെ ഗുണവും പറയാൻ വേണ്ട, ആരുടെ ദോഷവും പറയാൻ. എന്താ കാരണം? സ്വഭാവ വിഹിതം ജന. ഈ ജനങ്ങൾക്ക് അവരവരുടെ സ്വഭാവത്തിന് അടിമകളാണ്, സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് അല്ലേ? ആർക്കും ഇതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഭഗവത് കഥ നിരന്തരം കേട്ടുകൊണ്ട് ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കൂ. വേഗം മകനെ ഗുരുവായി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ആത്മദേവൻ നേരെ ശരം വിട്ട പോലെ കാട്ടിപ്പോയി. നോക്കണം, അന്ന് കാട്ടിൽ പോയിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് ആ മഹാത്മാവ്. അന്നത് കേട്ടാൽ പിന്നെ ഈ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കാതിരിക്കുന്നു എൻ്റെ പ്രാരംഭത്തിൽ. മാത്രമല്ല, ഇതൊക്കെ അനുഭവിച്ചാലേ അദ്ദേഹത്തിന് ഈ ഒരു പക്വത വരുള്ളൂ. ഇപ്പോൾ ആ പക്വത ഒന്നും തിരിച്ചു കാട്ടിൽ പോയി പിന്നെ ഒരിതിൻ്റെ വിചാരമില്ല. ഇപ്പോൾ ഭഗവാന്റെ വിചാരം മാത്രമായി. ഇനി വീടുമില്ല, മകനുമില്ല, ഒന്നുമില്ല, കനവുമില്ല. ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട്, കൃഷ്ണനെ തന്നെ ധ്യാനിച്ച്, കൃഷ്ണനാമം ജപിച്ചുകൊണ്ട്, കൃഷ്ണൻ്റെ മഹിമയാകുന്ന ഭാഗവതം, അത് പ്രത്യേകിച്ചും ഭഗവാന്റെ അവതാര ലീലകളാവുന്ന ദശമസ്കന്ധത്തെ വായിച്ചും അതിൽ തന്നെ മനസ്സ് രമിച്ചുകൊണ്ടും അങ്ങനെ കൃഷ്ണനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം
കൃഷ്ണപ്രാപ്തി കൈവരിച്ചു, ഭഗവത്പ്രാപ്തി കൈവരിച്ചു. അതാണ് ആത്മദേവന് അവസാനം കിട്ടിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മം, അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രങ്ങളുടെ അറിവ്, അതൊക്കെ അവസാനം അദ്ദേഹത്തിനെ ഭഗവാനിൽ എത്തിച്ചു. അച്ഛൻ പോയപ്പോൾ സ്വാതന്ത്ര്യം കൂടി ദന്തുകാരിക്ക്. എന്താ, താനായില്ല ഇപ്പോൾ കുടുംബനാഥൻ, ചോദിക്കാനാരുമില്ലല്ലോ. അച്ഛനുള്ളവരൊക്കെ അമ്മ ആരും ശാസിക്കില്ല. അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ മക്കളുണ്ടെങ്കിൽ അമ്മയെ ശാസിക്കാൻ നോക്കും, അമ്മ ഒതുക്കാൻ നോക്കും അല്ലേ. പിന്നെ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, അമ്മയ്ക്ക് വേണ്ട പണം കൊടുത്തൊന്നും വരില്ല. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ആൾക്കാർ. എന്തായാലും ഇവിടെ അങ്ങനെയാണ്. പണം മുഴുവൻ പിടിച്ചു, പണം മുഴുവൻ ഈ ദുദ്ദുകാരി അല്ലേ. ഇങ്ങനെ ഓരോ വലിയ വടിയൊക്കെ എടുത്തുകൊണ്ട് ദണ്ഡം കൊണ്ട് നിന്നെ അടിച്ച് ഞാൻ കൊല്ലുമെന്ന് പറയാം. നോക്കണം, സ്വന്തം മകൻ വിചാരിച്ച് വളർത്തുക. അവനറിയില്ല, ഈ അമ്മയ്ക്കറിയാം തൻ്റെ മകനല്ല. പക്ഷേ സ്വന്തം മകൻ ഇങ്ങനെ ചെയ്യാം അമ്മയോടെ. അവസാനം ഈ ദേവി വിചാരിച്ചു, ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലം, ഭർത്താവിനെ വഞ്ചിച്ചതിൻ്റെ ഫലം അല്ലേ, ഈ പുത്രനെ കൊണ്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നുല്ലോ. ഇനി ഇവിടെ ഇരുന്നാൽ ഇവൻ അടിച്ചു കൊല്ലും. ഇവൻ്റെ അടി കൊണ്ട് ക്ലേശം സഹിക്കുക വയ്യാണ്ടായി. ഇനി തത് വാക്യ സന്ത്രാസാത്, അവൻ മകൻ ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ട് ഉള്ള വിഷമം ഒരു ഭാഗത്ത്. രണ്ടാമതോ പുത്ര ദുഃഖത, അവരെ കൊണ്ടുണ്ടായ ക്ലേശം സഹിക്കാൻ വയ്യ. വാക്കുകളെ കൊണ്ടുള്ള വേദന ഒരു വശത്ത്, ശരീരപ്രക്രിയ നല്ലോണമുണ്ട്, അടി, അതിൻ്റെ ദുഃഖം വേറൊരു വശത്ത്. ഇത് രണ്ടും സഹിക്കാൻ വയ്യാണ്ടായ അവൾ തീരുമാനിച്ചു, ഇനി ജീവിച്ചിരിക്കല്ല നല്ലതെന്ന്. പൂവേ പാത കൃതോ രാത്രോ, രാത്രി പോയിട്ട് ഒരു കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതുകൊണ്ടെന്തായി, ദുന്ദുലിക്കും സൽഗതി കിട്ടിയില്ല. ഗോകർണനോ, മഹാത്മാവായ ഗോകർണന് ചേട്ടൻ അനിയൻ്റെ സ്വഭാവം നല്ലോണം അറിയാം. ഈ സംഗതി ഇരിക്കാൻ പറ്റില്ല എന്ന് അതിനറിയാം. അദ്ദേഹം ഇത് നേരെ തീർത്ഥാടനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തീർത്ഥയാത്രാർത്ഥം നിർഗത, തീർത്ഥയാത്ര പുറപ്പെട്ടുള്ള യോഗസംസ്ഥിത. എങ്ങനെ അദ്ദേഹം പുറപ്പെട്ടത്? യോഗത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട്, ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട്, അതിനുള്ള പരിശീലനങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, ഓരോ തീർത്ഥങ്ങളിലും പോയി സജ്ജനങ്ങളെ കണ്ട് സജ്ജന സംസർഗമൊക്കെ ചെയ്ത് അവിടെ നിന്ന് കുറേ നാളെ ഈശ്വരനൊക്കെ ഭരിച്ച് ഇങ്ങനെ മാറി 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 പല തീർത്ഥങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, യോഗത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഗോകർണൻ സഞ്ചരിച്ചതെന്നുള്ളത്. അദ്ദേഹത്തിന് എന്നെ ദുഃഖം എന്നെ സുഖം തസ്യ, അദ്ദേഹത്തിന് സുഖവും ദുഃഖവും ഒന്നും ഉണ്ടായി, രണ്ടും ഒരുപോലെ. മാത്രമല്ല വൈരീനാവി ബന്ധവ, അതിന് ആരും ശത്രുവില്ല മിത്രവുമില്ല. ഇതാണ് ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ അവസ്ഥ. ലൗകികമായ സുഖദുഃഖങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. അവർക്ക് ആരോടും ശത്രുതയില്ല, മിത്രതയും ഇല്ല. അവർക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ്. യോഗസ്ഥക്കുരു കർമാണി സംഘം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതയെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മനസ്സിൻ്റെ സമഭാവനയാണ് യോഗം. അത് പരിശ്രമിക്കൂ. എന്ത് വന്നാലും എന്ത് പോയാലും നഷ്ടപ്പെട്ടാലും അതിലൊന്നിലും ഇളകാത്ത മനസ്സോടുകൂടി. അങ്ങനെയാണ് ഈ ഗോകർണൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. ദുന്ദുകാരി എന്ത് ചെയ്തു? ഇപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടായല്ലോ. ഇതുവരെ വേശ്യകളുടെ ഗൃഹങ്ങളിൽ അങ്ങട് പോലായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെ സ്വന്തം വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ദുന്ദുകാരി ഗൃഹേ ധട്ടത് പഞ്ചപണ്യവധൂവ്രത, 5 സുന്ദരികളമായ വേശ്യ സ്ത്രീകളെ തൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. അത്യുഗ്രകർമ്മകർത്താര, അവരെ പരിപാലിക്കാൻ വേണ്ടി മഹാപാപകർമ്മങ്ങൾ, ഉഗ്രകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. തൽപോഷണ വിമൂഢതി, എന്തുകൊണ്ട് ഈ പാപകർമ്മങ്ങൾ ചെയ്തു? മൂഢനായതുകൊണ്ട്. എന്താ മൂഢനായതുകൊണ്ടെന്ന് പറയാൻ കാരണം? ആരെങ്കിലും വിവേകമുണ്ടെങ്കിൽ ക്രൂരകർമ്മങ്ങളും മറ്റുള്ളവരെ കൊല്ലലും തട്ടിപ്പറിക്കലും പിടിച്ചു പറിക്കലും അങ്ങനെയൊക്കെയുള്ള മഹാപാപങ്ങൾ ചെയ്യുമോ? ഇല്ലേ. വിവേകം ഉണ്ടെങ്കിൽ ചെയ്യില്ല. എന്താ കാരണം? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറഞ്ഞ് അനുഭവിക്കേണ്ടി വരും എന്നുള്ള വിവേകമുണ്ടെങ്കിൽ സ്കൂളിലും കോളേജിലും പഠിക്കണമെന്നില്ല, അവിടെ പോയി പഠിച്ചുകൊണ്ട് ഈ വിവേകം ഉണ്ടാവണമെന്നില്ല. ഒരു സ്കൂളിലും പോവാത്തവർക്ക് ഈ വിവേകം ഉണ്ടാവാം. ഈ അറിവിൽ ഉള്ളവനാണ് ശരിക്കും പറഞ്ഞാൽ വിവരമുള്ള ആൾ. അല്ലാത്തവരൊക്കെ മൂഢന്മാരാണ്. മൂഢനായവർ. നമ്മളിലെ ചില ആൾക്കാരും നമ്മളായ ആൾക്കാരും ഇതൊക്കെ പഠിച്ചു, എല്ലാം പഠിച്ചിട്ടും നമ്മൾ പിന്നെയും അധർമ്മം ചെയ്യണോ, അന്യായം ചെയ്യുന്നോ, കള്ളത്തരത്തിന് കൂട്ടു നിൽക്കണോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണോ ജീവിതത്തിൽ വെച്ചാൽ നമ്മൾ മൂഢന്മാരാണ്, അറിവുള്ളവരല്ല. അതുകൊണ്ട് ആചാര്യ സ്വാമി മൂഢമതയെന്ന് നമ്മളെ ഒരു പതിഭോഗത്തിൽ വിളിച്ച് പറഞ്ഞത്. എന്തായാലും അതാണ് സ്ഥിതി. ഇവൻ അങ്ങനെയുള്ള മഹാപാപങ്ങൾ ചെയ്ത് ഇവരെ പോറ്റാൻ വേണ്ടി, ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെന്തൊക്കെ ചോദിച്ചാൽ അതൊക്കെ കൊണ്ടുവരണം. ഒരിക്കൽ ഇവർ പണ്ടങ്ങളും പട്ടുപുടവുകളൊക്കെ ആവശ്യപ്പെട്ടവരാണ്. ഭൂഷണാനി അഭിലിപ്സവ, കുലടകളാണ് അവർ, വെച്ചാൽ ദുഷ്ടസ്ത്രീകളാണ്. അപ്പോൾ അവരോരോന്നും ചോദിച്ച സമയത്ത് അവരെവിടേക്കോ പോയി യഥസ്തതശ്ച സംഹൃത്യ വിദ്യം വേശ്മ പുനർഗത
തതോ അയച്ചത് സുവസ്ത്രാണി ഭൂഷണാനി കേന്ദ്രിജ. എവിടെയോ പോയി കളവ് നടത്തി ധാരാളം പണം സമ്പാദിച്ച് പട്ടു വസ്ത്രങ്ങളും അതുപോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അവർക്ക് കൊണ്ടുകൊടുത്തു, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. രാത്രിയിലും കിടന്നുറങ്ങുക അവരെ വിശ്വസിച്ചുകൊണ്ട്. ബഹുവിത്ത ജയം ദൃഷ്ട രാത്രവും നാര്യോ വിചാരയം. രാത്രിയായിപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് പേടിയെ തുടങ്ങി. കാരണം വമ്പേടിയ സുഖമില്ലാണ്ട് കിടന്നുറങ്ങുക അന്തപ്പെട്ട്. എത്രയാ കൊണ്ടുവന്നേക്കണേ പണം, എത്രയാ പണ്ടം, എത്രയാ വലിയ വില വലിപ്പുള്ളത് പടവുകൾ കൊണ്ടുവന്നേക്കണേ. ഇതിനൊക്കെ എവിടുന്ന് അവന് കാശ് കിട്ടിയത്? ചൗരം കരോത്യഹോ നിത്യം. ഉറപ്പാണ് അവൻ ഡെയിലി പോയിട്ട് കളവ് നടത്തുന്നത്. പല പ്രാവശ്യം കട്ട ഒരു തവണ പോലീസ് പിടിക്കില്ലേ? തീർച്ചയായിട്ടും ഇവനെ പിടിക്കും. രാജാവ് ഗ്രഹിച്ചത് രാജാവ് പിടിക്കില്ലെങ്കിൽ പോലീസുകാരെ പിടിക്കും. പിടിച്ചാലോ ഇവനെയും പിടിക്കും, തൊണ്ടി സഹിതം മൊത്തം കൊണ്ട് ഇതിന് കൂട്ടുന്നത് നമ്മളെയും പിടിക്കും. ഇവനെ അവർ ശിക്ഷിക്കും, ഒരു പക്ഷേ കൊന്നു വരും, ധനവും പോയിന്ന് വരും, നമുക്കും കൂടി ശിക്ഷ കിട്ടും. എന്നാൽ ആ പണി നമുക്ക് എന്താ ചെയ്താൽ അവർ വിചാരിക്കുക നമ്മൾ തന്നെ ഇവനെ അങ്ങോട്ട് കൊന്നാൽ എന്താ, നമുക്ക് ഇവനല്ലേ പോകും, പോയ വേറെ ഭർത്താക്കന്മാരെ കിട്ടും, പണം പോവില്ലല്ലോ. അതോ അർത്ഥവൃത്തയെ ഗൂഢം അസ്മാവിക്കിന്നഹഞ്ഞതേ. ഈ പണമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് തന്നെ ഇവൻ്റെ കഥ അങ്ങോട്ട് കഴിച്ചാൽ എന്താ ആരും അറിയാതെ. ഇങ്ങനെയാണ് ദുഷ്ട സ്ത്രീകളുടെ ചിന്ത ഉണ്ടാവുക എന്ന് പറയും. എന്തായാലും അവരെ തീരുമാനിച്ചു. വലിയ കയറൊക്കെ കൊണന്നു, ഉറങ്ങിക്കിടക്കണം. അവൻ്റെ കഴുത്തിൽ പാശം കണ്ഠേരിതായ കഴുത്തിൽ കുറുക്കിട്ടിട്ട് രണ്ട് വശത്തേക്കും അവരങ്ങോട്ട് ഇടുമ്പോൾ കുറുക്കി വലിക്കാൻ തുടങ്ങി. അലച്ചപ്പോൾ അവൻ കൈകാലിട്ട് അടിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും അലക്കാരന് ആൾക്കാരെ ഓടി വന്നാലും പേടിയായി അവർക്ക്. ഓ എളുപ്പം ത്വരിതം മഹാരാസോ, പാപത്തിൻ്റെ ശക്തി കൊണ്ട് ഉടനെ മരിച്ചില്ല. അപ്പോൾ അവർക്ക് ആലോചന എന്താ വേണ്ടേ. ഉടനെ പോയി അടുക്കളയിൽ തത്താങ്കാര സമൂഹാംശ തന്മുഹേഹി രക്ഷിപ്പു. അടുക്കളയിൽ കുറേ തീക്കണൽ കോരി വന്നിട്ട് അവൻ്റെ വായിലിട്ടു, മുഖത്തും വായിലൊക്കെ വെച്ചു. അങ്ങനെ ആ തീക്കണൽ വായിലായി ശ്രദ്ധിക്കാൻ വയ്യാണ്ടായി. അങ്ങനെ അവൻ ദാരുണമായി മരിച്ചു. നിധനങ്കര. എന്നിട്ടോ ഒരു കുഴിയിൽ കൊണ്ടിട്ട് രുചിത് ഗർത്തേ, വലിയൊരു കുഴിയിൽ അതിനെ കൊണ്ട് മറവ് ചെയ്ത് അവർ ഒന്നും അറിയാത്ത മാതിരി അങ്ങനെ ഇരുന്നു. പ്രഭാതമായ സമയത്ത് ആൾക്കാരൊക്കെ ചോദിച്ചു, എവിടെ പോയി നിങ്ങളുടെ ഭർത്താവ്? അപ്പം അന്യ നാട്ടിൽ ബിസിനസ്സിന് പോയിക്കാണ്, വൈകാണ്ട് ഇറങ്ങി വരുമ്പോഴൊക്കെ അവരോട് പറഞ്ഞ് ആൾക്കാരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. ഓരോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പണ്ടവും പണമൊക്കെ പങ്കുവെച്ച് അവർ 5 പേരും 5 ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. ഇവിടെ ഒരു ഉപദേശം പറയാം ഗുരുനാഥൻ. സ്ത്രീണാം നൈവതു വിശ്വാസം മൃതാനങ്കാരയിൽ ബുധഃ വിശ്വാസോ യസ്തിതോ മൂഢ സദുഃഖൈ പരിഭൂയതേ. ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ദുഷ്ടസ്ത്രീകളിൽ ഒരിക്കലും വിശ്വാസം വയ്ക്കരുത്. ദുഷ്ടസ്ത്രീകളെ പോലെ ദുഷ്ടപുരുഷന്മാരില്ല. ഇവിടെ സ്ത്രീയെ കൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു നോക്കാം അല്ലേ? എന്താ, പ്രാണൻ പോയവരാണെങ്കിൽ പോലും ദുഷ്ടസ്ത്രീയാണെങ്കിൽ ഭയപ്പെടണത്. അവർ പോലും നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നു. ആരാണോ ഇങ്ങനെയുള്ള ദുഷ്ടകളായ സ്ത്രീകളെ വിശ്വസിച്ചിരിക്കുന്ന പുരുഷൻ, അവന് ദുഃഖത്തിൻ്റെ മേലെ ദുഃഖം സംഭവിക്കും. നവിശ്വാസോ ഹി നാരീഷു സതതം കുലടാസുര മോക്ഷമാർഗാർഗളാസ്വേവ ഭ്രമമായാസു ഭൂമിഷു. കുലടകളായ സ്ത്രീകൾ ആരെയും വിശ്വസിക്കില്ല. അവരെങ്ങനെയാണ്? നല്ല അമൃത് പോലെയുള്ള വർത്തമാനങ്ങൾ പറയും. പക്ഷെ അവരുടെ ഹൃദയം ഇങ്ങനെയായിരിക്കും കഠാര പോലെ, മൂർച്ചയുള്ള കത്തി പോലെയായിരിക്കും. അതുകൊണ്ട് അവരെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മോക്ഷമാർഗത്തിൽ വരാനായിട്ട് സാധിക്കില്ല. മായയുടെ പ്രത്യക്ഷ സ്വരൂപമാണ് അവരെ പറയുന്നു. അഭ്രച്ഛായ തൃണസ്യ അഗ്നി നീചസേവ സ്ഥലേ ജലം വേശ്യാസംഗ കുമിത്രഞ്ച ഷടേതേ ബുദ്ബുദോപമാ. മേഘത്തിൻ്റെ നിഴലിൽ ഇരുന്ന് ക്ഷീണം തീർക്കാൻ ആരെങ്കിലും വിചാരിച്ച് സാധിക്കുമോ? മരത്തിൻ്റെ തണലിൽ പോയിരുന്നാൽ കിട്ടും അല്ലേ? മേഘത്തിൻ്റെ നിഴല് തൽക്കാലമാണ് അല്ലേ? അതുപോലെ വൈക്കോല് തീയ, ഉണങ്ങിയ പുല്ലിന് തീ പിടിച്ചു, അത്ര നേരം ഉണ്ടാവും? ഇത്ര നേരം ഉണ്ടാവുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ചോറ് വയ്ക്കാം അല്ലെങ്കിൽ നെല്ല് മുഴുകാച്ച പറ്റുമോ? സാധിക്കില്ല. നീചസേവ, നീചന്മാരായ ആളുകളെ സേവിക്കുന്നത്, അവരൊന്നും വിശ്വസിച്ചുകൂടാ. അധികം കാലം ഉണ്ടാവില്ല അവരുടെ സ്നേഹം, കാര്യം സാധിക്കാനായിരിക്കും. കാനൽ ജലം, മണലാരണത്തിൽ കാണുന്ന വെള്ളം, അത് ദാഹം തീർക്കില്ല. വേശ്യാസംഘം, വേശ്യകളോടുള്ള സംഘം അവനെ സുഖം വിചാരിക്കവൻ, പക്ഷെ ദുഃഖാണ് ഉണ്ടാക്കുക. കുൽസമിത്രം, ദുഷ്ടന്മാരായ മിത്രങ്ങളെ കിട്ടിയാൽ ഇതൊക്കെ എങ്ങനെയാണ്? നീർപ്പോള പോലെ, ബുദ്ബുദ ഇവ, ക്ഷണഭംഗുരങ്ങളാണ്. ഇത് മഹാന്മാരുടെ അനുഭവമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ ദുഷ്ട സ്ത്രീകളെ ആരാണോ വിശ്വസിക്കുന്നത് അവർ ജീവിതം അർപ്പിക്കാൻ പോവാണ്, നശിപ്പിക്കാൻ പോവാണെന്ന് മനസ്സിലാക്കി ബുദ്ധിമാന്മാരായ ആളുകൾ ഇതിൽപ്പെടാണ്ടിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളമാണ്
ഇന്നിപ്പോൾ മുഴുവനും വെറും ഈ മെഷീൻ വെച്ചിട്ട് ഇതിൽ കൂടുതൽ ഓൺലൈൻ നേരിട്ട് കാണാതെ ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് എവിടേക്ക് പോയി അപകടത്തിൽപ്പെടുന്നു അല്ലേ? ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു. എന്നിട്ടോ എവിടെ പോയിട്ട് എന്തെല്ലാം അനർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട്? ദുഷ്ടപുരുഷന്മാർ സ്ത്രീകളെ വഞ്ചിക്കുന്നു അല്ലേ, കേടുവരുത്തുന്നു. അതുമാതിരി ദുഷ്ട സ്ത്രീകൾ പുരുഷന്മാരെ കേടുവരുത്തുന്നു. എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ വളരെ വളരെ ഈ ബന്ധുകാരിയുടെ ജീവിതം നമുക്ക് പഠിക്കാനുണ്ട്. ഏതായാലും അവർ എവിടേക്കോ പോയി. ഇവൻ്റെ സ്ഥിതി എന്തായി? ഇങ്ങനെ ജീവിതകാലം മുഴുവൻ മഹാപാപങ്ങൾ ചെയ്തു. അവസാനം ദാരുണമായി ഇപ്രകാരം മരണം അനുഭവപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് സൽഗതി കിട്ടുമോ? പുണ്യം ചെയ്ത ആൾക്കല്ലേ സൽഗതി കിട്ടുള്ളൂ. സുഹൃതം ചെയ്ത ജീവനാണ് വേഗം ഒരു ശരീരം പോലും കിട്ടുള്ളൂ എന്നർത്ഥം. ഇവനെന്തായി? ഗതി കിട്ടാത്തൊരു പ്രേതമായി മാറി. വാത്യാരൂപധര, കാറ്റിൻ്റെ രൂപത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക. നിത്യം ധാവൻ ദശദിശോന്തരം, 10 ദിക്കുകളിലും 8 ദിക്ക്, മുമ്പ് പിമ്പ് ഇടത്ത് വലത്ത് 4 കോർണേഴ്സ്, പിന്നെ മുകളും താഴും, അങ്ങനെ 10 ദിക്ക്. അങ്ങനെ നാനാഭാഗത്ത് ഇങ്ങനെ കാറ്റടിക്കും പോലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നർത്ഥം. തണുപ്പും വിശപ്പും ആഹവും ഒന്നും നിർത്താൻ വഴിയില്ലാതെ, എവിടെ ശരണം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഈ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരുന്ന ഗോകർണൻ ആരിൽ നിന്നോ മനസ്സിലാക്കി, നാട്ടുകാരെ ആരെ എവിടെ വെച്ച് കണ്ടപ്പോൾ മനസ്സിലാക്കി എൻ്റെ അച്ഛൻ സഹോദരനൊക്കെ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു അവൻ സൽഗതിക്ക് ആരും ചാത്തോട്ടാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവന് വേണ്ടി സൽക്കർമ്മം ചെയ്യാമെന്ന് വിചാരിച്ചു. അനാഥം തം വിരിത്വൈവ ഗയാശ്രാദ്ധമജീകരത്, ഗയയിൽ പോയി ഈ ദുന്ദുകാരിക്ക് വേണ്ടി വിഷ്ണുപാദത്തിൽ പ്രത്യേകം ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അവിടെ മാത്രമല്ല ചെയ്തത്, പിന്നെന്ത് ചെയ്തു? യസ്മിൻ തീർത്ഥേ തുഹമ്യാതി തത്ര ശ്രാദ്ധം പർവത്തെ. നമ്മളൊക്കെ ഗയാശ്രാദ്ധം കൂട്ടി, ഇനി ഇവിടെ കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് എളുപ്പം കാണും. പക്ഷേ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. ഗയാശ്രാദ്ധം കൂട്ടി ഓർണമെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുക. ഏതേത് തീർത്ഥത്തിൽ പോവോ ആ ചില തീർത്ഥത്തിലൊക്കെ ഈ സഹോദരന് വേണ്ടിയിട്ട് ശ്രാദ്ധം കൂട്ടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ സഞ്ചരിച്ച് കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. ഏവൻ ഭ്രമൻ സ ഗോകർണസ്വപുരം സമേവൻ. ഒരു രാത്രിയിൽ തൻ്റെ പഴയ ഗ്രാമത്തിൽ, തൻ്റെ ആ പഴയ വീട്ടിൽ വന്നു. അവിടെ വന്ന് മുറ്റത്ത് ഗൃഹാങ്കണേ സ്വത്തുമാകതോ, ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ മുറ്റത്ത് ഇങ്ങനെ കിടന്നു. ആ സമയത്ത് ഇതാ വരുന്നു എന്തോ വികൃത രൂപങ്ങൾ. ഒരു 12 മണിയായപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ ചില വികൃത രൂപങ്ങൾ കാണാൻ തുടങ്ങി. സദൃൻ മേഷ, ചിലപ്പോൾ ഒരു ആടിൻ്റെ രൂപം, ചിലപ്പോൾ ഒരു ആനയുടെ രൂപം, ഹസ്തി, ചിലപ്പോൾ മഹിഷഹ, ചിലപ്പോൾ കുതിരയുടെ രൂപം, ചിലപ്പോൾ തീയിൻ്റെ രൂപം, ചിലപ്പോൾ മനുഷ്യൻ്റെ രൂപം. ഇങ്ങനെ വികൃത രൂപങ്ങൾ കാണിച്ചുകൊണ്ട് ഏതോ ഒരു സ്വരൂപം അങ്ങനെ മുമ്പിൽ വരിക. പക്ഷേ ഭക്തനും പണ്ഡിതനും ജ്ഞാനിയുമൊക്കെ ആയ ഗോകർണന് ഇത് കണ്ടിട്ട് പേടിയുണ്ടായില്ല എന്ന് മാത്രമല്ല, അതേതോ ഗതി കിട്ടാത്ത ഒരു ജീവനാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഉടനെ ചോദിച്ചു, എന്താ അത്? കുതസ്ത്വം ത്വം ഉഗ്രതരോ രാത്രവും കുതോ യാതോ ദശാമിമം. ഈ അർദ്ധരാത്രിയിൽ എന്താ നീ ഇവിടെ വന്നിങ്ങനെ വേഷം കാണിക്കുന്നത്? എന്താ നീ ആരാണ്? നിനക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ വന്നു ചേർന്നത്? നീ ആരാണ്? കിം വാ പ്രേത പിശാചോ വാ രാക്ഷസോതി ശംസന. നീ ആരാണ്? ഭൂതമാണോ, പ്രേതാണോ, പിശാചാണോ, രാക്ഷസനാണോ, ആരാണ്? എന്താ നീ ഇവിടെ വന്നതിന് ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് സംസാരിക്കാൻ വയ്യ. എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടത് കരഞ്ഞു. അപ്പോൾ ഗോകർണന് കാരുണ്യം തോന്നി. അതോ അഞ്ജലോ ജലം കൃത്വ ഗോകർണ തം ഉദയിരേത്. തൻ്റെ കമണ്ടലിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് മന്ത്രം ജപിച്ചുകൊണ്ട് ഗോകർണൻ ആ രൂപം കാണേണ്ട സ്ഥലത്തെ നോക്കിയിട്ട് കളിച്ചു. അപ്പോഴേക്കും തൽസേകാ ഗതപാപോസവും പ്രവക്തും ഉപചക്രമേ. ആ മന്ത്രശക്തി കൊണ്ടും അദ്ദേഹം സങ്കല്പശക്തി കൊണ്ടും അതിൻ്റെ കുറേ പാപം നീങ്ങി. അപ്പം അതിന് സംസാരിക്കാനുള്ള കഴിവുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്, എന്നെ അറിയില്ല അങ്ങക്ക്, ഞാനാണ് അഹം ഭ്രാതാ ത്വദീയോസ്മി, അങ്ങയുടെ ഏക സഹോദരൻ, ദുന്ദുകാരി എന്ന് പേരായിട്ട് സഹോദരൻ അങ്ങേക്ക് ഉണ്ടായില്ലേ, ആ ദുന്ദുകാരിയാണ് ഞാൻ. എങ്ങനെ ഈ നിലയിൽ വന്നു? സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയ. ഞാൻ ബ്രാഹ്മണകുലത്തിലാണ് ജനിച്ചതെങ്കിലും പക്ഷേ എൻ്റെ ബ്രാഹ്മണ്യൊക്കെ ഞാൻ കളഞ്ഞു വിളിച്ചു, ഞാൻ വിടവൃത്തി നയിച്ചു, വേശ്യാസംഗം ചെയ്തു, ഒത്തിരി ക്രൂര പ്രവൃത്തികൾ ചെയ്തു. എൻ്റെ ആ മഹാപാപത്തിൻ്റെ ഫലമായിട്ട് ദാരുണമായി മരിച്ച് എനിക്കിങ്ങനത്തെ അവസ്ഥ വന്നു ചേർന്നു. കർമ്മണോ നാസ്തി സംഖ്യാമേ മഹാജ്ഞാനേ വിവർത്തന. അജ്ഞാനം കൊണ്ട് ജീവിതലക്ഷ്യമൊക്കെ മറന്ന് ജീവിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് കയ്യും കണക്കൂല്ല. ലോകാനാം ഹിംസകസ്സോഹം സ്ത്രീവിദുഃഖേനമാരുത. ഇങ്ങനെ ലോകത്തിന് മുഴുവൻ ദ്രോഹം ചെയ്തും കഷ്ടപ്പാട് കൊടുത്തും ഹിംസ ചെയ്തും വേശ്യാസ്ത്രീകളോടുകൂടി ജീവിച്ച എൻ്റെ അവസ്ഥ അന്ത്യം എന്തായി? ആ വേശ്യാസ്ത്രീകളുടെ കൈകൊണ്ട് മരിക്കാൻ ഇടവന്നു. അതുകൊണ്ട് എനിക്ക് സദ്ഗതി കിട്ടിയിട്ടില്ല. എനിക്ക് പ്രേതഭാവത്തിൽ നിന്ന് മോചനം നേടാൻ അങ്ങ് എന്തെങ്കിലും ചെയ്യണം
അല്ലാണ്ട് ആരും എനിക്ക് വേറെ ബന്ധുവില്ല, ആശ്രയമില്ല. അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാം ആശുമോദയ. അങ്ങാണ് എൻ്റെ ബന്ധു, അങ്ങ് കരുണാമൂർത്തിയല്ലേ, മഹാത്മാവല്ലേ. സോദര, നീ അല്ലാതെ എന്നെ ഇതിന് ആരാ മോചിപ്പിക്കുക? എന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രേതബാധയിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. ഇത് കേട്ടപ്പോൾ ഗോകർണൻ ആശ്ചര്യപ്പെട്ടു. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഗയയിൽ ശ്രാദ്ധൂട്ടിയില്ലോ. മാത്രമല്ല പോയ ദുഃഖങ്ങളിലൊക്കെ ശ്രാദ്ധൂട്ടിയിട്ടുണ്ട്. തദർത്ഥം തു ഗയാപിണ്ഡ മയാദത്ത. അങ്ങയ്ക്ക് വേണ്ടി സദ്ഗതിക്ക് വേണ്ടിയിട്ടും ഗയാശ്രാദ്ധൂട്ടിയിട്ട് എങ്ങനെയാണ് അങ്ങയ്ക്ക് മുക്തി കിട്ടാണ്ടിരിക്കുന്നത്? തത്കഥം നൈവ മുക്തോസി. ഗയാശ്രാദ്ധം കൊണ്ട് മുക്തി കിട്ടും ഏത് പാപം ചെയ്ത ജീവനെന്നാണല്ലോ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും അങ്ങയ്ക്ക് മുക്തി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നണം. ഇതെന്തൊരു ആശ്ചര്യം! അപ്പോൾ പ്രേതം പറഞ്ഞു, ഗയാശ്രാത്ത ശതേനാവിമുക്തിർമേന ഭവിഷ്യതി. അങ്ങ് ഒരു ഗയാശ്രാദ്ധം കൂട്ടിയോ, പക്ഷേ 100 ഗയാശ്രാദ്ധം കൂട്ടിയാൽ പോലും എനിക്ക് സൽഗതി കിട്ടില്ല. അത്രയധികം പാപമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് ഉപായം അവരൻ കിഞ്ചിത് വിചാരയ സാമ്പ്രതം. അങ്ങ് എത്രയും വേഗം എന്നോടുള്ള കാരുണ്യം കൊണ്ട് മറ്റെന്തെങ്കിലും ഇതിന് പറ്റി എന്നെ മോചിപ്പിക്കാൻ പറ്റിയ സൽക്കർമ്മം ചെയ്ത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ പ്രേതഭാവയിൽ നിന്ന് മോചിപ്പിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞു. അപ്പോൾ ഗോകർണൻ പറഞ്ഞു, ഈ രാത്രിയിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? എൻ്റെ അറിവിൽ ഗയാശ്രാദ്ധാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് അങ്ങേക്ക് സൽഗതി കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഇരിക്കും സ്വസ്ഥാനത്ത്. രാവിലെ ഇവിടെയുള്ള അറിവുള്ള പണ്ഡിതന്മാരോട് കൂടി ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് അതിനെ പറഞ്ഞയച്ചു. നേരം പ്രഭാതമായി. ഇതാ ഗോകർണൻ തീർത്ഥയാത്രയ്ക്ക് പോയ ഗോകർണൻ വന്നു പറഞ്ഞതോടുകൂടി നാട്ടുകാർക്കൊക്കെ വളരെ സന്തോഷം. എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ് അദ്ദേഹം, മഹാത്മാവാണ് അദ്ദേഹം, ഭക്തനാണ് അദ്ദേഹം, വിദ്വാനാണ് അദ്ദേഹം, പണ്ഡിതനാണ് അദ്ദേഹം, ജ്ഞാനിയാണ് അദ്ദേഹം. അങ്ങേരെ കാണാൻ തന്നെ വേണ്ടി നാട്ടുകാരൊക്കെ ധാരാളം ആൾക്കാരവിടെ വന്നു. കുശല പ്രശ്നങ്ങൾ ചെയ്തു. ഏതൊക്കെ തീർത്ഥങ്ങളിൽ പോയി അവിടെ ഉണ്ടായ ഹർഷങ്ങളൊക്കെ പങ്കുവച്ചു. കൂട്ടത്തിൽ തലേദിവസം നടന്ന ഈ സംഭവം, സഹോദരൻ്റെ കാര്യം. സഹോദരൻ്റെ മരണമൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷേ അവന് സദ്ഗതി കിട്ടിയിട്ടില്ല. ഞാൻ ഗയലൊക്കെ അവന് ശ്രാദ്ധ കൂട്ടി, പല പുണ്യതീർത്ഥങ്ങളും ചെയ്തു, എന്നിട്ടും സദ്ഗതി കിട്ടാതെ തന്നെ രാത്രി ഇവിടെ വന്നിങ്ങനെയൊക്കെ ഉണ്ടായി. നിങ്ങൾ പറയൂ, അറിവുള്ളവരോട് ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറയൂ ശാസ്ത്രങ്ങൾ നോക്കിയിട്ട് എന്ത് സത്കർമ്മം ചെയ്താലാണ് ഈ പ്രേതമായി തീർന്ന ഈ ജീവന് സൽഗതി കിട്ടാൻ സാധിക്കുക എന്ന് പറയുന്നു. വിദ്വാൻ സഹ യോഗനിഷ്ഠാശ്ച ജ്ഞാനിനോ ബ്രഹ്മവാദിന തന്മുക്തി നൈവതേ പശ്യന്ത ശാസ്ത്രസഞ്ജയാൻ. അവിടെ വലിയ വലിയ വിദ്വാൻമാരും യോഗികളും ജ്ഞാനികളും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവർക്കറിയുന്ന ശാസ്ത്രങ്ങളൊക്കെ എടുത്ത് തിരഞ്ഞ് പരിശോധിച്ച് നോക്കി. അതൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഓ, ഈ ശാസ്ത്രങ്ങളിലൊന്നും ഒരു പ്രേതത്തിന് മുക്തി കൊടുക്കാൻ ഗയാശ്രാദ്ധത്തേക്കാൾ വലുതായിട്ട് ഒരു സത്കർമ്മം കാണാനില്ല. ഗയാശ്രാദ്ധം കൂട്ടിയിട്ടുണ്ട്, എന്നിട്ട് അയാൾക്ക് സൽഗതി കിട്ടിയിട്ടില്ലെങ്കിലോ അയാൾക്ക് സൽഗതി ഇല്ല തന്നെ എന്ന് എല്ലാവരും തീരുമാനിച്ചു. ദോഷങ്ങളായി ഗോകർണനാണ്. എന്ത് ചെയ്യും? ഗോകർണൻ എന്ത് ചെയ്തു? ഗോകർണൻ തൻ്റെ യോഗശക്തി കൊണ്ട് സൂര്യഭഗവാനെ തപസ് ചെയ്തു. തതസ്സർവൈ സൂര്യവാക്യം തന്മുക്തൗ സ്ഥാപിതം പരം. ഗോകർണ സ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈകത. തൻ്റെ യോഗശക്തി കൊണ്ട് സൂര്യഭഗവാനെ പ്രസാദിപ്പിച്ചു. തപസ് ചെയ്ത് ആ സൂര്യൻ്റെ യാത്രയൊക്കെ ഗതിയൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഭക്തിപൂർവം പ്രാർത്ഥിച്ചു. തുഭ്യം നമോദകൽ സാക്ഷിൻ ബ്രൂഹിമേ മുക്തിഹേതുതം. പ്രപഞ്ചത്തിന് മുഴുവൻ സാക്ഷിയായി ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അല്ലയോ സൂര്യനാരായണ, അവിടുന്ന് ഈ ബന്ധുകാരിയെ പ്രേതഭാവത്തിൽ മോചിപ്പിക്കാനുള്ള ഉപായം പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഗോകർണൻ്റെ ഭക്തിയും തപശക്തിയും യോഗനിഷ്ഠയെ കൊണ്ട് സന്തോഷിച്ച സൂര്യഭഗവാൻ ഗോകർണന് അശരീരിയിലൂടെ പ്രകാരം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? ശ്രീമദ് ഭാഗവത മുക്തി സപ്താഹേ വാചനം ഗുരു. ആകാശത്തുനിന്ന് സൂര്യഭഗവാൻ വിളിച്ചു പറഞ്ഞു, ശ്രീമദ് ഭാഗവതം കൊണ്ട് ഈ ബന്ധുകാരിക്കെന്നല്ല ഏത് സൽഗതി കിട്ടാത്ത പ്രേതത്തിനും മുക്തി കിട്ടും. 7 ദിവസം കൊണ്ട് വായിച്ച് കേൾപ്പിച്ചാൽ മതി, സപ്താഹമായി കഴിച്ച് കേൾപ്പിച്ചാൽ മതി. അത് കേട്ടതോടുകൂടി എല്ലാവർക്കും സന്തോഷമായി. ഗോകർണൻ വലിയ പണ്ഡിതനും ജ്ഞാനിയും ഒക്കെ ആയതുകൊണ്ട് ഇനി വേറൊരാളുടെ ആവശ്യമില്ല. എല്ലാവരും ആ പ്രേതഭാവത്തിനെ മോചിപ്പിക്കാനുള്ള പരമധർമ്മം ഭാഗവതം സപ്താഹം നടത്തലാണ് എന്ന് മനസ്സിലാക്കിയോടുകൂടി അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. ധാരാളം ആളുകൾ ആ ഭഗവത് സപ്താഹം കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ സപ്താഹശാലയിൽ വന്നു. വലിയ വിശാലമായ സ്ഥലത്ത് ധാരാളം ആൾക്കാർ വന്നു. ആ നാട്ടിൽ സപ്താഹം നടത്തേണ്ടത് തന്നിട്ട് പങ്കു അന്ധ വൃദ്ധ മന്ദാശ്ച തേ അഭി പാപക്ഷയായവയെ. മുടന്തന്മാരായ ആളുകൾ, അന്ധന്മാരായ ആളുകൾ, വൃദ്ധന്മാരായ ആളുകൾ, മൂഢന്മാരായ ആളുകൾ അവരൊക്കെ അവിടെ വന്നു. എന്തുകൊണ്ട് ഒരാൾ ഇങ്ങനെയൊക്കെ അന്ധനായത്, മുടന്തനായത്, അല്ലെങ്കിൽ അംഗവികലത്തോട് പറക്കുന്നത്, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് വരുന്നത്, കഷ്ടപ്പാടുകൾ വരുന്നത്, എന്ത് ദുഃഖം നമുക്കുണ്ട് അതൊക്കെ പാപം നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം.
പാപഫലമാണ്. അപ്പോൾ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഭാഗവതം കേൾക്കണം എന്നാണ്, സപ്താഹം കേൾക്കണം എന്ന്. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. ഇങ്ങനെയുള്ളവരൊക്കെ അവിടെ വന്നു, മൂഢന്മാരായ മന്ദബുദ്ധിയുള്ള ആൾക്കാർ, അവരൊക്കെ കേൾക്കാനായിട്ട് വന്നു തൻ്റെ പാപക്ഷയത്തിന് വേണ്ടിയിട്ട്. കുറച്ചാൾക്കല്ല, സമാജസ്തു മഹാൻജാത. ഇങ്ങനെ ഓരോരുത്തർ അറിഞ്ഞ് കേട്ട് വന്ന് ഓ വലിയൊരു സംഘം, വലിയൊരു സദസ്സ് കൂടി അവിടെ എത്താം. എന്തിന്? അത് കണ്ടിട്ട് ദേവവിസ്മയകാരഹ, ദേവന്മാർ പോലും ആശ്ചര്യപ്പെട്ടു. എത്ര ആൾക്കാരാ ഭഗവാന്റെ സപ്താഹം കേൾക്കാൻ തടിച്ചു കൂടിയിരിക്കുന്നത്. യഥായേവം ആസനമാസ്ഥായ ഗോകർണോ കഥയിൽ കഥ സ പ്രേതോപി തഥായാതാ സ്ഥാനം പശ്യനിതസ്തതാ. ഗോകർണൻ ഒരു ഉയർന്ന പീഠത്തിൽ ഭഗവാനെ പൂജിച്ചതിന് ശേഷം ഭാഗവതം വായിക്കാനായിട്ട് ആരംഭിച്ചു. ആ സമയത്ത് ആ ജന്തുകാരിയുടെ ജീവൻ അവിടെ വന്നു, പ്രേതം അവിടെ വന്നു. അത് നോക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി. എവിടെയാണ് ഇരിക്കുക? കാറ്റല്ലേ, കാറ്റിന് ഇരിക്കാൻ പറ്റില്ലല്ലോ, സ്ഥിരമായി ഇരിക്കാൻ പറ്റാത്ത സ്വഭാവമല്ലേ. അപ്പോഴാണ് അവിടെ സപ്തഗ്രന്ഥിയുതം തത്രാവശ്യ കീചകം ഉച്ചിതം, ഒരു 7 കമ്പുള്ള ഒരു മുള നിൽക്കണം കണ്ടു. അത്ര അതിൻ്റെ അടിയിലൊരു ദ്വാരമുണ്ട്. തൂല ഛിദ്രം തന്മൂല ഛിദ്രം ആവശ്യ ശ്രവണായ സ്ഥിതോ യഥോ. ആ 7 കമ്പുള്ള മുളയുടെ അടിയിൽ കണ്ട ദ്വാരത്തിലൂടെ ഈ കാറ്റിൻ്റെ രൂപത്തിലുള്ള ദുന്തുകാരി പ്രേതം അതിൻ്റെ ഉള്ളിൽ കടന്ന് അതിൽ ഉറപ്പിച്ചു. അങ്ങനെ വായന ആരംഭിച്ചു. അത് വന്നിരുന്നൊന്നും ആരും കണ്ടിട്ടില്ല, പക്ഷേ അങ്ങനെ ഉണ്ടായി. എന്തായാലും വാദരൂപി സ്ഥിതം കത്ത് മശക്യോ അതെന്ന് മനസ്സിലാക്കണം. എന്താ? കാറ്റായിരുന്ന ഒരിടത്ത് നിന്ന് കേൾക്കാൻ പറ്റില്ല, എന്നാൽ ഒരിടത്ത് ഇരുന്നാലേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കടന്ന് സ്വസ്ഥമായിട്ടിരുന്നു. നമ്മളും ഭാഗവതം സപ്താഹം നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ എണീറ്റ് നടക്കാനും എണീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ പിടിച്ചുകൊണ്ട് എടുത്ത് ഓടി പോകാനും ഒന്നും പാടില്ല എന്ന് പറയും. അതൊക്കെ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടതാണ്. സ്ഥിരമായിരുന്ന് കേൾക്കണം. ഭാഗവതം പറഞ്ഞു അവിടെ നിന്നാൽ പിന്നെ ഇടയ്ക്ക് എണീറ്റ് പോകാനേ പാടില്ല. എന്നിട്ട് വിളിയിൽ പറയും മലമൂത്രം, അപ്പോൾ അങ്ങനെ വരില്ല. അപ്പോൾ മൂത്രം കഴിക്കുന്നൊന്നുമില്ല, അതൊക്കെ ഒഴിവാക്കാൻ പറ്റിയ ആഹാരം കഴിച്ചിട്ട് വേണം ഇരിക്കുക എന്നാണ് പറഞ്ഞത്. എണ്ണി മലമൂത്ര ജയാർത്ഥം, മലമൂത്ര ഒക്കെ തോന്നും. അപ്പോൾ അതിനൊക്കെ പറ്റിയ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ആഹാരം കറ്റിങ്ങിന് എഴുതി ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും നൈവേദ്യം കഴിച്ച് അതും അതാ കഴിഞ്ഞിട്ട് ആഹാരം വയർ നിറച്ചു വന്നിരിക്കുമ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനോട് അത്രയധികം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ഈ ഭാഗവതം. ആ ഭാവത്തോടുകൂടി പരമ ആദരവോട് കൂടിയിട്ട് വേണം നമ്മൾ ഭാഗവതത്തിൻ്റെ മുമ്പിൽ ഇരിക്കാനെന്നാണ്. അപ്പോൾ അടങ്ങി ശ്രദ്ധയോടെ ഒരിടത്ത് സ്ഥിരമായിരുന്നപ്പോൾ വേണം ഭാഗവതം കേൾക്കാമെന്ന് അത് മനസ്സിലായി. അതുപോലെ വളരെ വിശാലമായ സ്ഥലം ഉണ്ടാവണം, ധാരാളം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുടെ സ്ഥലത്ത് വെച്ച് വേണം നടത്താനെന്നാണ്. എന്തായാലും ആദ്യത്തെ ദിവസത്തെ വായന കഴിഞ്ഞു. അന്നൊരു സംഭവം ഉണ്ടായി. ഒരു ശബ്ദം കേട്ടു. ആ മുളയുടെ 7 കൊമ്പുള്ള മുളയുടെ ഒരു കമ്പ് പൊട്ടി. ആരും അത്ര ശ്രദ്ധിച്ചില്ല. രണ്ടാമത്തെ ദിവസം വായന കഴിഞ്ഞപ്പോഴോ രണ്ടാമത്തെ കമ്പ് പൊട്ടി. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കമ്പ് എന്ന കണക്കിന് 7 ദിവസം വായന കഴിഞ്ഞപ്പോഴോ ദ്വാദശസ്കന്ധ ശ്രവണാൽ പ്രേതോവി പ്രേതതാം ജഹൗ. ആ 7 കമ്പുള്ള മുള പൊട്ടിപ്പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരീരമില്ലായിരുന്നു, കാറ്റിൻ്റെ രൂപത്തിലായിരുന്നു ആ ജീവൻ ഉണ്ടായിരുന്നത്. അതോ ആ പ്രേതഭാവത്തിന് മുക്തനായിരുന്നു. മാത്രമല്ല ദിവ്യരൂപധരഹ, മേഘത്തിൻ്റെ നിറത്തോടുകൂടി മഞ്ഞപ്പട്ടെടുത്ത് കുഞ്ഞും കീഴമണിഞ്ഞ് കണ്ടലങ്ങളണിഞ്ഞ് തുളസിമാല ധരിച്ച് ദിവ്യരൂപം തിരിച്ച് ഒരു വിഷ്ണു പാർഷദനായി മാറിയ അദ്ദേഹം. വീതവാസ ഘനശ്യാമ മുകുടി കുണ്ടയാന്വിത. ഇങ്ങനെ വിഷ്ണുരൂപം സ്വീകരിച്ച ആ പ്രേതം ബന്ധുകാരി ഭ്രാതരം നനാമ. വേഗം തന്നെ ഈ പ്രേതഭാഗത്ത് നിന്ന് മോചിപ്പിക്കാൻ ഭാഗവത സപ്താഹം നടത്തിയ ആ ഗുരുനാഥനായ ഗോകർണനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ടോ അവിടെ കൂടിയ ആ ആളുകളോടും ഗോകർണനോടും ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം സ്വാനുഭവത്തിലൂടെ പറഞ്ഞു ഈ ബന്ധുകാരിയാണ്. ത്വയാഹം മോചിതോ ബന്ധോ കൃപയാ പ്രേതകശ്മലാത്. പറഞ്ഞു, അങ്ങ് പരമ കരുണാമൂർത്തിയാണ്, എൻ്റെ പരമബന്ധുവാണ്. എന്നെ ഈ പ്രേതരൂപത്തിൽ നിന്ന് മോചിപ്പിച്ച അങ്ങക്ക് ഞാൻ എത്രയോ കടപ്പെട്ടിരിക്കുന്നു. ധന്യ ഭാഗവതി വാർത്ത പ്രേതപീഡാവിനാശിനി. മരിച്ച് സദ്ഗതി കിട്ടാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു ജീവൻ, സ്ഥൂലശരീരം വിട്ട അവസ്ഥയിലിരിക്കുന്ന ആളെയാണ് പ്രേതം എന്ന് പറഞ്ഞത്. പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ? ഈ നോക്കുക, ആ വാക്ക് പിരിച്ച് നോക്കൂ. പ്ര പ്ലസ് ഇ പ്ലസ് തന്നാണ് പ്രേതം അല്ലേ? ഈ എന്ന റൂട്ടിന് സംസ്കൃതത്തിൽ ഈ എന്നുള്ളത് ഒരു ക്രിയാപദമാണ്. ഈ ടു ഗോ, ഈ എന്ന് പറഞ്ഞാൽ പോകുക, ഈ എന്ന് പറഞ്ഞാൽ പോകുക. ഈയുടെ മുമ്പിൽ പ്ര എന്നുള്ള ഉപസർഗം ചെയ്തോ പ്രേനായി. അപ്പം എന്തായി? നന്നേക്കുമായി പോയി ഈ ശരീരത്തിൽ.
ഇത്തം എന്ന് പറഞ്ഞാലോ, ഈ ഇതം, ഈ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാസീവ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഇതം എന്നുള്ളത്. വെച്ചാലോ ഗോൺ ഫോർ എവർ എന്ന് പറഞ്ഞാലോ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയെന്നർത്ഥം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രേതാവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ശരീരം ഇവിടെ നിൽക്കുക, നമ്മൾ എവിടേക്ക് പോകാറില്ലേ? നമ്മൾ ഈ ശരീരം വിട്ടു പോകുമ്പോൾ ഉള്ള പ്രേത സൂക്ഷ്മ ശരീരം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. പ്രേതത്തിന് സൂക്ഷ്മ ശരീരമുള്ളൂ, സ്ഥൂല ശരീരമില്ല. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ പലയിടത്തും പോകാറുണ്ട്, മനോരാജ്യത്തിൽ പലയിടത്തും പോകാറുണ്ട്. ഈ ശരീരം കൊണ്ടാണ് പോണേ. പക്ഷെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് തിരിക്കേണ്ടി വരില്ല. സ്വപ്നത്തിൽ നിന്നാണെന്ന് ഈ ബോഡിയിലേക്ക് വരും, മനോരാജ്യത്തിൽ നിന്ന് കടക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. പക്ഷേ മരണത്തിൽ എന്ത് സംഭവിക്കും? ഗോൺ ഫോർ എവർ. പിന്നെ തിരിച്ച് തിരിക്ക് വരില്ല. ഈ ശരീരം വിട്ടാൽ എന്നേക്കുമായി ഇറങ്ങിപ്പോയി. ആണ് പ്രകർഷേണ ഇതം. ഈ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി സൂക്ഷ്മ ശരീരത്തോടുകൂടി ആ ജീവൻ ഇറങ്ങിപ്പോയി. ആ സൂക്ഷ്മ ശരീരാഭിമാനിയായ ജീവനെയാണ് എന്താ പറയണത്? പ്രേതം എന്ന് പറയുന്നത്. അപ്പം അതിന് സൽഗതി കിട്ടണമെങ്കിൽ നല്ല പുണ്യകർമ്മം വേണം. അപ്പം അതിങ്ങനെ അലഞ്ഞു തിരിയാനായിട്ട് വരും. ദുഷ്കർമ്മമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള മരണം ഉണ്ടായെന്ന് വെച്ചാൽ അതിന് ഇപ്പോൾ സൽഗതി കിട്ടിയത് മാത്രമല്ല, വിഷ്ണുപരാശരനായി വിശ്വരൂപം കൈവന്നു. ഇത്രയും മഹിമയുള്ളതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയാം. 100 ഗയാശാത്തം കൊണ്ട് പോലും സൽക്കരിക്ക് അർഹതയില്ലാത്തത്ര മഹാപാപം ചെയ്ത് അതപ്പതിച്ച ഒരു ജീവനെ പ്രേതബാധയിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ ശ്രീമദ് ഭാഗവതം 7 ദിവസം വായിച്ചാൽ കേട്ടാൽ സാധിക്കുമെങ്കിൽ ഈ പ്രേതം നല്ലത് നമ്മൾ അല്ലേ? അത്രയൊന്നും പാപം ചെയ്യാത്തവരല്ലേ നമ്മൾ? അങ്ങനെയുള്ള മനുഷ്യന് ഈ ശ്രീമദ് ഭാഗവതം കേട്ടാൽ മോക്ഷം കിട്ടില്ലേ? ഭഗവത്പദം പ്രാപിക്കാൻ സാധിക്കില്ലേ? ഇതാണ് ചോദ്യം. ധന്യാ ഭാഗവതീ വാർത്ത. ഈ ഭാഗവതത്തിൻ്റെ മഹിമ സ്വന്തം അനുഭവം കൊണ്ടാണ് പറയുന്നത്. ധന്യമാണ് ഈ ഭാഗവതം. ഈ ഭാഗവതത്തെ പോലെ ഒരു ജീവനെ ഉദ്ധരിക്കാൻ മറ്റൊരു ഗ്രന്ഥമില്ല. സപ്താഹോപി തഥാധന്യ. അത് വിശേഷിച്ചും ഭാഗവതം സപ്താഹമായിട്ട് കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഏറ്റവും ധന്യമായിട്ടുള്ള കാര്യമാണ്. ജീവനെ ധന്യമാക്കേണ്ടതാണ്. കൃഷ്ണലോകഫലപ്രദ. ഭഗവാന്റെ ലോകത്തിലേക്ക്, കൃഷ്ണലോകത്തിലേക്ക്, വൈകുണ്ഠലോകത്തിലേക്ക് ആ ജീവന് പോകാൻ ഈ ശ്രീമദ് ഭാഗവത സപ്താഹം ഒന്ന് മാത്രം മതി. മാത്രമല്ല സപ്താഹേ ശ്രവണേ സ്ഥിതേ. സപ്താഹം കേൾക്കണം എന്ന് വിചാരിച്ച ഒരാൾ ആ സദസ്സിൽ പോയി ഇരിക്കുമ്പോൾ എന്തുണ്ടാവും അത്രേ? സർവ്വപാപാനി കമ്പന്തേന. അയാളുടെ ശരീരത്തിലിരിക്കുന്ന പാപങ്ങളൊക്കെ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങും അത്രേ. ശരീരത്തിൽ മരത്തിൽ പറവകൾ ഇങ്ങനെ കൂടുകൂട്ടി താമസിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒച്ചത്തിൽ കൈ ഒട്ടിക്കൊണ്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് പറഞ്ഞു പോകും അല്ലേ? ഇതുമാതിരി ശരീരം ആവുന്ന മരത്തിൽ പാവങ്ങളാവുന്ന പറവകൾ കൂടുകൂട്ടിയിരിക്കേണ്ടത് വരാമെന്ന് പറയാം. നമ്മൾ നാമം ജപിക്കുമ്പോഴും ഭഗവാന്റെ കഥ കേൾക്കുമ്പോഴും ഭാഗവതം കേൾക്കുമ്പോഴും എന്താവും? ഈ പാപപക്ഷികൾക്ക് പിന്നെ ഇതിലിരിക്കാൻ വയ്യാന്ന് കമ്പന്തേ എന്നാണ് പറയുന്നത്. അവർ വിറയ്ക്കുന്നു അത്രേ. യോ ഞങ്ങൾക്ക് ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അയാൾ ഭാഗവതം കേൾക്കാൻ പോകണല്ലോ എന്ന് വിചാരിച്ച് ഈ അയാളെ ഭാവിച്ചിരിക്കുന്ന പാപങ്ങളൊക്കെ വിറയ്ക്കുന്നു, പറന്നു പോകുന്നു. ഇത്രയും മഹിമയുണ്ട് ഭാഗവതം സപ്താഹത്തിന്. അസ്മാകം പ്രളയം സദ്യ കഥാജയം കരിഷ്യതി. പാപങ്ങൾ വിചാരിക്കുക, അയ്യോ ഈ ഭാഗവത കഥ ഞങ്ങളെ ഇപ്പം നശിപ്പിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല സ്ഥിരമായിട്ട് എന്ന് ആ പാപങ്ങൾ വിചാരിക്കുന്ന. ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം വാമനകർമ്മവികൃതം ശ്രവണം വിദഹേൽ പാപം പാവകഥ സമിതോ യഥ. പറയാണ് ആർദ്രം പാപം തന്നെ പലതരത്തിലത്രേ. അറിഞ്ഞു ചെയ്ത, അറിഞ്ഞുകൊണ്ട് പലപൂർവ്വം ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് അറിയാണ്ട് പറ്റും പാപം, അറിഞ്ഞും പറ്റും. അറിവോടുകൂടി ചെയ്യുന്നത് ആർദ്രം, അറിവില്ലാതെ ചെയ്യുന്നത് ശുഷ്കം. പിന്നെ ലഘു എന്ന് പറയുന്നത് കൊതുവിനെ കൊല്ലുക, പാറ്റയെ കൊല്ലുക, ഈച്ചയെ കൊല്ലുക, ഇങ്ങനെയുള്ള പ്രാണികീടങ്ങളൊക്കെ വീട്ടിലുണ്ടാവുക, അതിനൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെയോ സ്ഥൂലം എന്ന് പറഞ്ഞാലോ നാൽക്കാലികളെ തൻ്റെ നാവിനെ സ്വാധീനം വേണ്ടിയിട്ട് ഒരു നിമിഷം നേരത്തെ ആ ടേസ്റ്റ് ബെഡിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മിണ്ടാപ്രാണികളുടെ ഇറച്ചി മേടിച്ച് കഴിക്കുക. അപ്പോൾ കഴിച്ചവനുണ്ട് പാവം, അവൻ കഴിക്കണമെന്നുള്ളതുകൊണ്ടാണ് അവർ കൊല്ലുന്നത്, ബുച്ചേഴ്സാവുന്നത് അല്ലേ? അപ്പോൾ ഇവർക്ക് ഈ ഇത്തരം പാപങ്ങളുണ്ട് അർത്ഥം. അതാണ് സ്ഥൂലമായിട്ടുള്ള പാപങ്ങൾ അർത്ഥം. അപ്പം ഇങ്ങനെയുള്ള പാപങ്ങൾ, പിന്നെ മനസ്സാ വാച കർമ്മണ മറ്റുള്ളവർക്ക് ചെയ്ത ദ്രോഹങ്ങൾ, ഈ പാപങ്ങൾ മുഴുവനും ഈ ഭാഗവതം കേൾക്കുന്ന സമയത്ത് അഗ്നി വിറകിനെ എങ്ങനെയാണ് ദഹിപ്പിക്കുന്നത് അതുപോലെ പാപക സമിതോയത. സമിത്തിനെ, ആ വിറകിനെ, ഇന്ധനത്തെ എപ്രകാരമാണ് അഗ്നി ദഹിപ്പിച്ച് ചാരമാക്കി തീർക്കുന്നത്, ഇതുമാതിരി ശ്രീമദ് ഭാഗവതം ശ്രവണം ഈ പാപങ്ങളെ മുഴുവനും ഭസ്മീകരിക്കുന്നു. ജ്ഞാനാഗ്നി സർവധർമാണി ഭസ്മസാത്കൃതേത അല്ലേ? ജ്ഞാനം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും. ആ ഭരണജ്ഞാനം ഈ ശ്രീമദ് ഭാഗവതം കൊണ്ട് കൈവരാൻ ഇടവരും. അതുകൊണ്ട് ആ വേദബാധയിൽ നിന്ന് മോചനം നേടിയ ആ വിഷ്ണുഭാഷ രൂപം കൈക്കൊണ്ട ഋതുകാരി പറയണു, അസ്മിൻ വൈ ഭാരതേ വർഷേ സൂര്യഭിർ ദേവസംസതി
അകഥാശ്രാവിണാം പുംസാം നിഷ്ഫലം ജന്മകീർത്തിതം. പറയണു, ഈ ഭാഗവതം കേൾക്കാത്ത ആൾക്കാരുടെ ജീവിതം വ്യർത്ഥമാക്കുകയാണ്. എന്ത് കാര്യം മാത്രമല്ല പറയുന്നത്, ദേവലോകത്തുള്ള ദേവന്മാരും അതുമാതിരി ബൃഹസ്പതി മുതലായ മഹാത്മാക്കാരും അവർ പോലും പറയണു, ഈ ഭാരതഭൂമിയിൽ മനുഷ്യജന്മം കിട്ടാൻ ദേവലോകത്തുള്ള അവർ പോലും പ്രാർത്ഥിക്കുന്നു. അല്ലേ? ഞാനപ്പാനൊക്കെ പറയണില്ലേ, പൂന്താനൊക്കെ. അങ്ങനെ ഇരിക്കെ ഈ ഭാരതഭൂമിയിൽ മനുഷ്യജന്മം കിട്ടി, പ്രത്യേകിച്ചും കലികാലത്തിൽ. എന്നിട്ട് ഈ ശ്രീമദ് ഭാഗവതം ഉണ്ടായിട്ട് അവിടെ സപ്താഹം ഉണ്ടായിട്ട് അത് കേൾക്കാതെ വിഷയഭോഗങ്ങൾ അനുഭവിച്ച് നശിക്കുന്നതായ ആ ആൾക്കാരെക്കുറിച്ച് പരിതപിക്കുന്നവർ, അവരുടെ ജീവിതം അവർ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നത്രേ. വെറുതെ ഭഗവത് കഥ കേൾക്കാതെ എന്തൊക്കെയോ ലോകവാർത്തകൾ കേട്ടുകൊണ്ട് ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് നശിപ്പിക്കുന്നില്ല അവരുടെ ജീവിതം. എങ്ങനെയുള്ളതാണെന്ന ഈ ശരീരം പറയാണ്. ഈ ശരീരമോ ശരീരത്തിലുള്ള ജീവിതമോ സ്ഥായിയല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അസ്ഥിസ്തംഭം, കുറേ അസ്ഥികൾ, എല്ലുകളൊക്കെ ഇങ്ങനെ കുറേ തൂണുകളായി കുറേ ഇങ്ങനെ അങ്ങനെ വീടുണ്ടാക്കുമ്പോഴേക്കില്ല ഇങ്ങനെ അഴുക്കൊക്കെ മേക്കൂരയൊക്കെ ഉണ്ടാക്കി വെക്കണ മാതിരി ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാക്കിയതാ? നട്ടെല്ലുണ്ട്, വാരിയെല്ലുകളുണ്ട്, ഇതൊക്കെ എല്ലുകളാണ്. അങ്ങനെ കുറേ എല്ലുകൾ തൂണായിട്ടുണ്ട്. അതുമാതിരി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ സിമെൻറ്റും കോൺക്രീറ്റൊക്കെ ഇട്ട് വാർക്കണ മാതിരി കുറേ മാംസം, രക്തം ഇതുകൊണ്ടൊക്കെ തേച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയോ ഞരമ്പൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്, കമ്പിക്കിട്ട് കെട്ടണ മാതിരി. പിന്നെയോ അതിൻ്റെ മേലെ നല്ല ഒരു പാക്കിങ് ഏജൻറ്റിൻ്റെ മാതിരി ഭഗവാൻ നല്ല തോല് കൊണ്ട് അതിനെ പൊളിഞ്ഞിട്ടുണ്ട്. ഉള്ളിലുള്ള എന്താ? മലമൂത്ര പുരീഷം കൃമി, അതെ, ദുഷ്പൂരം, ദുർധരം, ദുഷ്ടം, നാറുന്നതായ മലമൂത്രങ്ങളുടെ ഭണ്ഡാരം, അതൊക്കെയാണ് ഉള്ളിൽ വെച്ച് പൊതിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഈ ശരീരം ജരാശോക വിഭാഗാർത്ഥം, ജരാനരകൾ ബാധിക്കുന്നത് അത് ഓരോ ദുഃഖത്തിന് കാരണമാണ്. രോഗമന്ദിരം, പലതരത്തിലുള്ള രോഗങ്ങൾക്കിരിപ്പിടം, ഇതെല്ലാം ദുഃഖത്തിന് കാരണമായിട്ടുള്ളതാണ്. പോരാ ദുഷ്പൂരം, എത്ര ഭോഗങ്ങൾ അനുഭവിപ്പിച്ചും മതിവരാത്തതാണ്. ദുർധരം, എത്ര കഷ്ടപ്പെട്ട് എത്രയൊക്കെ നമ്മൾ മരുന്നല്ല, എത്രയൊക്കെ ആരോഗ്യം ഉണ്ടാവാൻ എന്തൊക്കെ ബൂസ്റ്റ് കഴിച്ചാലും അതിനെ നിലനിർത്താൻ പറ്റാത്തതെന്ന് ഒരുപോലെ ഇരിക്കില്ല. സദോഷം, പാദവിത്ത കഫങ്ങളെന്ന 3 ദോഷങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. പോരാ ക്ഷണഭങ്കുരം, എങ്ങനെയൊക്കെ പരിപാലിച്ചാലും ഈ ശരീരം എന്നും ഒരുപോലെ കൂടി ഇരിക്കാത്തതാണ്. കൃമിവിട്ട് പത്മജ്ഞാന്തം ശരീരവിധി വർണ്ണിതം. ശരീരം എന്ന വാക്കിൽ തന്നെ അർത്ഥം ശീര്യതയെന്നാണ്. ശീര്യமான സ്വഭാവത്താൽ അത് നിമിഷം പരിണാമത്തിന് വിധേയമായതെന്നാണ്. ഇനി മരിച്ചാലോ കൃമിയായി തീരാൻ പോകണു, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ കാട്ടായി പോകണു, അല്ലെങ്കിൽ ഒടുവിൽ ചാരാവാൻ പോകണതാണ്. അങ്ങനെയുള്ള ഈ ശരീരത്തിന് ശാശ്വതമില്ല എന്ന് ഈ ശരീരം പോണതിന് മുമ്പ് എന്തുകൊണ്ട് മനുഷ്യനെ അറിയണില്ല എന്നാണ്. അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയന്നഹി. പറയണു, അസ്ഥിരമായ ജന്മം ഈ ശരീരം കിട്ടിയാൽ എന്ത് ചെയ്യണം? നമ്മൾ സ്ഥിരമായിട്ടുള്ള ധർമ്മമാണ്, ഈശ്വരഭജനമാണ്. ഈശ്വരന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, കർമ്മം കൊണ്ട് ഈശ്വരനെ ആരാധിക്കുക, ഈശ്വരകൾ കേൾക്കുക, ഈശ്വരനാമം ജപിക്കുക, ഈശ്വരഭക്തി വളർത്തുക, അതിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കുക, ഈശ്വരപ്രാപ്തി നേടുക എന്നുള്ളതാണ്. അപ്പോൾ അസ്ഥിരമായ ഈ ശരീരം ജന്മം കിട്ടിയിട്ട് അത് പോകുന്നതിന് മുമ്പ് സ്ഥിരമായ ശാശ്വതമായ ആ സത്യസ്വരൂപനെ അറിഞ്ഞ് സാക്ഷാത്കരിച്ച് ഈ സംസാരത്തിന് മുക്തനാവാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ എത്രയോ നിസ്സാരനാണ്, അവൻ എത്രയോ വിവരമില്ലാത്തവനാണ്, എത്രയോ മൂഢനാണ്, അല്ലേ? ഈ ശരീരം എന്നും നിലനിൽക്കില്ല ഇതുപോലെന്നുള്ളത് അറിയാൻ വലിയ പഠിപ്പൊന്നും ആവശ്യമില്ലല്ലോ ചോദിക്കാം. എന്താ ഈ ശരീരം എങ്ങനെയാണ് നിലനിർത്തുന്നത്? ഈ ശരീരത്തിൻ്റെ പേരെന്താ? അന്നമയ കോശം എന്നാണ്. അന്നം ഉണ്ടെങ്കിലേ നിലനിൽക്കുള്ളൂ, അല്ലേ? ആ അന്നം എങ്ങനെയുള്ളതാ? പ്രാതസംസ്കൃതം അന്നം, രാവിലെ ഉണ്ടാക്കി നമ്മൾ ചോറോ കൂട്ടാനോ ഇഡ്ഡലിയോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി സായം തച്ചവിനശരി, വൈകുന്നേരം നമ്മൾക്കത് കേടുവരും, അല്ലേ? അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ആഹാരം ഫ്രിഡ്ജിൽ വെക്കൊണ്ടാണ് കേടുവരാത്തപ്പോൾ നമ്മളറിയില്ല കേടുവരുന്ന. രാവിലെ ഉണ്ടാക്കിയ ആഹാരം വൈകുന്നേരം നമ്മൾ കേടുവന്നു, പിറ്റേ ദിവസം നമ്മൾ വളിച്ചു പുളിച്ചു, അല്ലേ? അതിൻ്റെ രസം കൊണ്ടല്ലേ ഈ ശരീരം നിലനിർത്തുന്നത് നമ്മൾ ചോദിക്കുക. ഈ ശരീരം നിലനിർത്താൻ ആഹാരം കൊണ്ടാണല്ലോ. ആ ആഹാരത്തിൻ്റെ സ്വഭാവം എന്താ? അത് അളിഞ്ഞു പോകുന്നതാണ് കുറച്ച് നേരം കഴിഞ്ഞാൽ, അല്ലേ? അങ്ങനെയുള്ള ആ ആഹാരത്തിൻ്റെ രസം കൊണ്ട്, എസൻസ് കൊണ്ട് പരിപാലിക്കുന്ന ഈ ശരീരം എത്രത്തോളം ശാശ്വതം നിലത്തുണ്ടാവും, അതിന് എത്രത്തോളം നിലനിൽക്കും? അത് നിൽക്കില്ല. ഇത് നിലനിർത്താൻ കാരണമായ ആഹാരം ഇങ്ങനെയുള്ളതാണെങ്കിൽ ആ ശരീരം ശാശ്വതമായി നിലനിൽക്കാത്തതാണ് എന്ന് വിവേകം കൊണ്ട് നേരത്തെ തന്നെ മനസ്സിലായി. ഈ ശരീരം കേടുവന്ന് പോണതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ഈശ്വരപ്രാപ്തിക്ക് ശ്രമിക്കണം. നല്ലൊരു വഞ്ചിയോട് കൂടിച്ചിരിക്കുകയാണ് ശരീരത്തിനെ ഭാഗവതകാരൻ.
നമുക്ക് പുഴയുടെ അക്കരെ കിടക്കണം, സംസാര നദിയുടെ മറുകര കിടക്കണം. അതിന് ഇതാ നല്ലൊരു വഞ്ചിയാണ് ഈ ശരീരം. അതിനെ കടത്താൻ ഒരു കടത്തുകാരനുണ്ട്. അയാൾ വിളിക്കണ്ടേ വരൂ 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 എന്നാണ്. പിന്നെ വരാം ഇവിടെ ബിസിയാണ് ഇത്രേ, ഇവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ട് പിന്നെ വരാമെന്ന് പറയും. അപ്പോഴേക്കും എന്തായി, ആ വഞ്ചിയൊക്കെ കേടുവന്ന് ഓട്ടയുണ്ട്, പഴയതായി കൂടുതലിച്ച് ഓട്ടമായി. തുഴയനാൾ ഇറങ്ങിപ്പോയി, തോണി അവിടെ കിടക്കട്ടെ. ആ തോണി കയറിയിട്ട്, അങ്ങനെയുള്ള പഴഞ്ച തോണി കയറിയിട്ട് സ്വയം തുഴഞ്ഞ് അക്കരെ കിടക്കാൻ പോകണം. അയാൾ നിറച്ച് ചീങ്കണ്ണി മുതൽ നല്ല ഒഴുക്കുള്ള പുഴ. എന്താവും സ്ഥിതി? ഇതാണിപ്പോൾ നമ്മുടെ പലരുടെ സ്ഥിതി. എത്രയാണ് അല്ലേ? ശരീരം ഗുരുവാകുന്ന സജ്ജനങ്ങളാവുന്ന ആ കടത്തുകാരനുണ്ട് അല്ലേ? ശരീരം ആരോഗ്യ ദൃഢഗാത്രമായിരിക്കുന്ന സമയത്ത് ആ വഞ്ചി ഉപയോഗിച്ചുകൊണ്ട് ആ പുഴയുടെ അക്കരെ കടക്കാൻ ശ്രമിക്കണം. മുതലേ ഈ സംസാരത്തിൻ്റെ മറുകര കടത്താൻ, സത്യം സാക്ഷാത്കരിക്കാൻ, ഭഗവത് പാതാരവിന്ദത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പറയാം. ഇല്ലെങ്കിലോ ഈ വെള്ളത്തിൽ മുങ്ങി ഈ ചീങ്കണ്ണിക്ക് ആഹാരമാവണ മാതിരി ഈ സംസാരത്തിൽ മുങ്ങി മരിക്കാൻ ഇടവരും, ജീവിതം നഷ്ടപ്പെടും. ഇതാണ് ഇതിൻ്റെ പോയിന്റ്. സപ്താഹശ്രവണാ ലോകേ പ്രാപ്യതേ നികടേശിക്ക്. എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ സംസാരത്തിൻ്റെ മറുകര അടക്കാൻ പറ്റുക? എങ്ങനെയാണ് ഭഗവത്പാദത്തിലെത്തി വിശ്രമിക്കാൻ കഴിയുക? സുരക്ഷിതമായ തുറമുഖം എത്തണ മാതിരി ഭഗവാന്റെ പാതാരത്തിലെത്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായി, സുരക്ഷിതമായി. അതിന് എളുപ്പ വഴി എന്താ? സപ്താഹശ്രവണാൽ ലോകേ പ്രാപ്യതേ നികടേ ഹരി. ഭാഗവത സപ്താഹശ്രവണം നടത്തിക്കഴിഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ എന്താവും? എല്ലാ പാപങ്ങളും തീർന്ന് പരമാനന്ദത്തെ കൊടുക്കുന്ന ഹരി നമുക്ക് ഏറ്റവും അടുത്ത് വരും. ഹരിയെ പ്രാപിക്കാൻ കഴിയും. നികടേ ഹരി എന്നാ, അടുത്ത് വരും ഹരി. ഹരിയുടെ അടുത്തെത്താൻ വഴി നമുക്ക് ഭഗവത് പ്രാപ്തി സാധിക്കും. അതുകൊണ്ട് പറഞ്ഞ താല്പര്യം എന്താ? അതഹ ദോഷനിവൃത്യർത്ഥം ഏകദേവ ഹി സാധനം. സകല ദോഷങ്ങളും സകല പാപങ്ങളും നീങ്ങി ഈ ജീവനെ ശുദ്ധീകരിച്ച് ഭഗവത് പ്രാപ്തിക്കുള്ള ഉത്തമമായ സാധനം ഏതാണ്? ഈ ശ്രീമദ് ഭാഗവത ശ്രവണം തന്നെ. ഏകദേവ ഹി സാധനം, ഈ ഭാഗവത ശ്രവണം തന്നെയാണ് അതിൽ ഉത്തമ സാധനം. ബുദ്ബുദായിവ തോയേഷു മശകായിവ ജന്തുഷു ജായന്തേ മരണായവ കഥാശ്രവണാഭിത. കഥ കേൾക്കണവരുടെ ഗുണം പറഞ്ഞു. ഈ ഭാഗവതം കേൾക്കാത്ത ആൾക്കാരുടെ ജീവിതം എങ്ങനെ വേസ്റ്റാവുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ? നീർപ്പോള പോലെ, ഈച്ചയുടെയും കൊതുകിൻ്റെ ജീവിതം പോലെ നശിക്കാൻ മാത്രമായിട്ട് ഉള്ളതാണ്. പുരുഷാർത്ഥം നേടാൻ, പുരുഷാർത്ഥപ്രാപ്തിക്ക് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാവുന്ന എല്ലാ പുരുഷാർത്ഥവും നേടാൻ പറ്റുന്ന ജന്മമാണ് ഈ മനുഷ്യജന്മം. അത് കിട്ടിയിട്ട് ഈ സത്യം സാക്ഷാത്കരിക്കാതെ പോകുന്നുവെങ്കിലോ എത്ര കഷ്ടമാണ് എന്ന് പറയാം. ഇനി പറയണം, ജഡസ്യ ശുഷ്കവംശസ്യ എത്ര ഗ്രന്ഥി വിഭേദനം ചിത്രം കിമു തഥാ ചിത്തഗ്രന്ഥി വിഭേദ കഥാശ്രവാത്. ഈ മുളയുടെ 7 കമ്പ് പൊട്ടിയെന്ന് പറഞ്ഞു അല്ലേ? ആ ജഡമല്ലേ, ജീവനില്ലാത്തല്ലേ ഇത്, ഒരു മുള. അതിൻ്റെ ആ ഗ്രന്ഥികൾ പോലും കമ്പുകൾ പോലും ഈ കഥ കൊണ്ട് പൊട്ടിപ്പിളർന്നപ്പോൾ നമ്മുടെ ഹൃദയഗ്രന്ഥി, അജ്ഞാനഗ്രന്ഥി ഭാഗവത ശ്രവണം കൊണ്ട് പൊട്ടില്ലേ എന്ന് ചോദിക്കാം. ഈ കഥയിൽ ദുന്തുകാരി 7 കമ്പുള്ള മുടയുടെ ഉള്ളിൽ ഇന്ന് കഥ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആചാരമായിട്ട് പലരും ഭാഗവത സപ്താഹം 7 കമ്പുള്ള ഒരു മുള കാണും. ഏതെങ്കിലും പ്രേതങ്ങൾ വന്ന് എന്തെങ്കിലും വന്ന് ഇരുന്നോട്ടെ വെച്ചിട്ടാണെന്ന് അറിയില്ല. ഇത് പ്രതീകാത്മകമാണ്. ആക്ച്വലി എന്താ ഈ 7 കമ്പ് മുളയുടെ 7 കമ്പ് പൊട്ടി എന്ന് പറഞ്ഞാൽ? ഈ 7 കമ്പ് ഇവിടെ ചോദിക്കുന്നത്, ജഡമായ ഈ മുളയുടെ കമ്പ് പോലും ഭാഗവത ശ്രവണം കൊണ്ട് പൊട്ടി അതിൻ്റെ ഉള്ളിലിരുന്ന ആ പ്രേതഭാവത്തിരുന്ന ജീവൻ വിഷ്ണുപാർഷനായി പുറത്തു വന്നു എങ്കിൽ ഇതൊന്നും പാപം ചെയ്യാത്ത മനുഷ്യൻ്റെ ഹൃദയഗ്രന്ഥി അഥവാ അജ്ഞാനഗ്രന്ഥി പൊട്ടില്ല. എന്താണ് ഈ 7 കമ്പ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ 6 ഞാൻ ശരീരമാണ് എന്നുള്ള വിചാരം കൊണ്ടും വിശ്വാസം കൊണ്ടും ഉണ്ടാവുന്നതാണ്. ഈ ശരീരമാണെന്ന തോന്നലിൻ്റെ പേരാണ് അജ്ഞാനം. അജ്ഞാനമാണ് 7ാമത്തെ കമ്പ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അജ്ഞാനം. അജ്ഞാനം എന്താ? അനാത്മനി ആത്മഭാവ. അനാത്മവസ്തുവാണ് ശരീരം, ജഡവസ്തുവാണ്, ദൃശ്യമാണ്, നിരന്തരം മാറ്റത്തിന് വിധേയമായിട്ടതാണ്. അങ്ങനെയുള്ള ദേഹമാണ് ഞാനെന്ന് ധരിക്കുക. ഞാനെന്ന് പറഞ്ഞാലോ, ഞാൻ ജഡമാണോ? ശരീരം ജഡമല്ലേ? നമുക്കറിയില്ലേ? ശരീരം എൻ്റെ അറിവിന് വിഷയമല്ലേ, ദൃശ്യമല്ലേ? ഞാൻ ദ്രഷ്ടാവാണ്, ഇത് ദൃശ്യമാണ്. ശരീരം നിരന്തരം മാറുന്നു എന്നാരറിയുന്നു? അവനാണ് ഞാൻ. ആ ഞാൻ മാറാത്ത ആ ബോധമാണ്. പക്ഷേ അതറിയാതെ പല പല കാരണങ്ങൾ കൊണ്ട് ഇത് മറന്നിട്ട് എന്തായി?
നമ്മൾ ഓരോരുത്തരും ഈ ശരീരമാണെന്ന് വിചാരിച്ച് ശരീരത്തിന് വേണ്ടി ജീവിക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കാമക്രോധാദികളൊക്കെ. ഇതൊക്കെ ഉള്ളിടത്തോളം കാലം നമുക്കൊരിക്കലും സംസാരത്തിന് മോചനമില്ല. അപ്പോൾ ഇതെല്ലാം നീങ്ങും, അജ്ഞാനം നശിക്കും, കാമക്രോധാദികളാവുന്ന എല്ലാം പോകും. ഇതാണ് ഹൃദയഗ്രന്ഥി പൊട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മുളയുടെ 7 കമ്പ്, ഈ 7 നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളുടെ പ്രതീകമാണ് അർത്ഥം. ഈ 7 അനർത്ഥങ്ങൾ അത് പോയാൽ ജീവൻ മുക്തനായി തീരും. അതുകൊണ്ട് പറയണു ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ജാസ്യ കർമാണി സപ്താഹ ശ്രവണേ ഹൃദയ. സപ്താഹം ശ്രവണം ചെയ്യുന്നു വിചാരിച്ചാൽ അവൻ്റെ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകും. എന്താ ഹൃദയഗ്രന്ഥി? ഹാർട്ടിൽ കെട്ടുന്നു ഒരു ഡോക്ടർ കണ്ടിട്ടില്ലേ? ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണവർ പോയി. അപ്പോൾ അത് സാങ്കേതികമായിട്ട് പറയുന്ന ഒരു വാക്കാണ് ഹൃദയഗ്രന്ഥി അഥവാ അജ്ഞാനഗ്രന്ഥി എന്നൊക്കെ പറയും. എന്താണ്? അവിദ്യ, അജ്ഞാനം. അജ്ഞാനത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സന്തതികൾ കാമം, ആഗ്രഹങ്ങൾ, ദേഹാഭിമാനം കൊണ്ടാണ് ആഗ്രഹം ഉണ്ടാവുന്നത്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പുണ്യപാപമിശ്ര കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ വാസനകൾ, ആ വാസനകൾ അനുഭവിക്കാൻ വീണ്ടും ജന്മങ്ങൾ. അങ്ങനെ ഒരിക്കൽ പെട്ടാൽ ഇങ്ങനെ ഈ സംസാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് പുറത്ത് വരാതെ പറയാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ഇത് മുഴുവൻ നശിക്കും. സർവസംശയാഃ ഛിദ്യന്തേ, സംശയങ്ങളെല്ലാം തീരും. സംശയം മാത്രമല്ല, കേൾക്കുമ്പോൾ ഓ നമുക്ക് ശരിയാകും, പിന്നെ എങ്ങനെ ശരിയാവും, പിന്നെ എങ്ങനെ ശരിയാവും, ഇങ്ങനെ പല പല വിചാരങ്ങൾ മനസ്സിൽ വരും. വിപരീത ഭാവന എന്നൊക്കെ അതിന് പറയാൻ പറ്റും. അസംഭാവന, വിപരീത ഭാവന എന്നൊക്കെ ശാസ്ത്രീയമായിട്ട് പറയും. എങ്ങനെ ഞാൻ ശരീരമല്ലാണ്ട് എങ്ങനെ ഞാൻ ആത്മാവാകും? സംശയം. പിന്നെ അതിൻ്റെ അനുഭവമില്ലല്ലോ, ഇങ്ങനെയൊക്കെ. ക്ഷീയന്തേജ അസ്യ കർമാണി, ഇതെല്ലാം തീരും. ഈ സംശയങ്ങളൊക്കെ തീരും. കർമ്മവാസന കറ്റുപോകും. അജ്ഞാനം തീരെ നശിക്കും. താൻ ആത്മാവാണുള്ള അനുഭവം ഉണ്ടാകുന്നത്. അതോടെയോ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും സഞ്ചിതം, പ്രാരബ്ധം, ആഗാമീന്ന് കർമ്മങ്ങൾ 3 ഈ 3 കർമ്മങ്ങളിൽ നിന്നും മോചനായി നടത്തും. ശരീരം ഉണ്ടാവാൻ കാരണമായ കർമ്മം പ്രാരബ്ധം, അത് അതിൻ്റെ ഫലാനുഭവങ്ങൾ നശിക്കും. സഞ്ചിതവും ആഗാമി നശിച്ചുകൊണ്ട് ഇനി മേൽ ഭാവിയിൽ ജന്മം ഉണ്ടാകുന്നില്ല എന്നർത്ഥം. എപ്പോൾ സാധിക്കും ഇതൊക്കെ? സപ്താഹ ശ്രവണേ ഹൃദയ. ഉപനിഷത്തിൽ എന്താ പറയുന്നത്? ഛിദ്യന്തേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേണ. സഗുണനും നിർഗുണനുമായിരിക്കുന്ന പരമാത്മ സാക്ഷാത്കാരം സ്വന്തം ഹൃദയത്തിൽ സംഭവിക്കുന്നു. ഇനി ഭാഗവതത്തിൽ പറയണോ? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസ്യകർമാണി ദൃഷ്ടയേവ ആത്മനി ഈശ്വരേ. എപ്പോൾ ആത്മസ്വരൂപിയായ ഭഗവാനെ നാം സാക്ഷാത്കരിക്കുമോ അപ്പോൾ ഈ അജ്ഞാനം നശിക്കുന്നു, കാമകർമ്മ വാസനകളിൽ നിന്ന് മോചനം നേടുന്നു, ഈ പറഞ്ഞ അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ജീവൻ മുക്തനായിത്തീരുന്നു. ഇതിന് കെൽപ്പുള്ളതാണ് ഭാഗവത സപ്താഹ ശ്രവണം എന്ന്. ഇതാണ് മറ്റേത് ഗ്രന്ഥത്തെക്കാളും ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എന്നർത്ഥം. ഇവിടെ പല പല ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രങ്ങളിലൊക്കെ വെച്ച് അതിനേക്കാളും വലിയ രാജാവാണ് ശ്രീമദ് ഭാഗവതം. ഗ്രന്ഥരാജ് എന്നാണ് ഈ ഭാഗവതത്തിന് പേര്. ഗ്രന്ഥങ്ങളിൽ രാജാവാണ്. പല പല ഗ്രന്ഥങ്ങളുണ്ട്. കാമശാസ്ത്രം, ധർമ്മശാസ്ത്രം, അല്ലേ, അർത്ഥശാസ്ത്രം. ശരീരത്തിന് താഴ്ഭാഗത്തെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് കാമശാസ്ത്രം. അർത്ഥശാസ്ത്രം വയറിനെ സന്തോഷിപ്പിക്കാൻ, വയർ തൃപ്തിപ്പെടുത്താൻ, പൈസയൊക്കെ ഉണ്ടാക്കണം, ഇങ്ങനെ കച്ചവടം ചെയ്യണം, ഇങ്ങനെ വ്യവഹാരം ചെയ്യണം എന്ന് പഠിപ്പിക്കണം. ധർമ്മശാസ്ത്രം മേലെ ഭാഗങ്ങളെയാണ്. മനസ്സ്, ബുദ്ധി, വിവേകം, സദാചാരം, ധർമ്മബോധം, ഇത്തരം കാര്യങ്ങളൊക്കെ, ന്യായം, നീതി, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ് ധർമ്മശാസ്ത്രം. അപ്പോൾ ഇത് 3 ശരീരത്തിന് താഴ്ന്ന ഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ ഒരു ശാസ്ത്രം, മധ്യഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേറൊരു ശാസ്ത്രം, ഉപരിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ ഒരു ശാസ്ത്രം. എന്ന ഭാഗവതമോ ഈ 3 ശരീരത്തിനെ പറ്റിയിട്ടാണ്, ഉച്ചയ്ക്ക് പറ്റിയിട്ടാണ്. ഈ ശരീരത്തിൽ നിന്ന് എങ്ങനെ, ശരീരാത്മാർത്ഥം എങ്ങനെ പുറത്തു കിടക്കാം, അങ്ങനെ എന്നേക്കും ജന്മമരണ സംസാരത്തിന് മോചിതനാവാം എന്ന് പഠിപ്പിക്കുന്നതാണ്, അത് സാധിപ്പിക്കുന്നതാണ് ഭാഗവത ശാസ്ത്രം. അതുകൊണ്ട് ഈ മറ്റ് ശാസ്ത്രങ്ങളെക്കാളൊക്കെ മേലെയാണ്, ഗ്രന്ഥങ്ങളിൽ രാജാവാണ് ശ്രീമദ് ഭാഗവതം എന്നർത്ഥം. തിരിച്ച് ശരീരത്തിലേക്ക് വരാതെ, മാതൃഗർഭത്തിൽ വരാതെ ജനനമരണ സംസാര പ്രവാഹത്തിൽ നിന്ന് ജീവനെ എന്നേക്കുമായി മോചിപ്പിച്ച് ഭഗവത്പാദത്തിലേക്ക് എത്തിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ ശ്രവണേ ഹൃദയ. ഈ സപ്താഹം ശ്രവിച്ചാൽ അജ്ഞാനം നശിക്കും, ഹൃദയഗ്രന്ഥി പൊട്ടി, കാമകർമ്മ വാസനകളൊക്കെ മോചനം നേടി, അനർത്ഥങ്ങൾ നേരത്തെ പറഞ്ഞ് എല്ലാം പോയി. കാമം, ക്രോധം, ലോകം, മോഹം, മതം, മത്സരം ഇത്യാദികളൊക്കെ പോയി ആ ജീവൻ കൃതകൃത്യനായി, ജീവൻ മുക്തനായി തീരും. കാലിൽ ചെളി പറ്റി വെച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ എവിടെയാണോ
നല്ല വെള്ളമുള്ളത് അവിടെ പോയി കഴുകും, ചെളിവെള്ളത്തിൽ പോയി കഴുകുമോ? ഇല്ല. നമ്മൾ കാല് മാത്രമല്ല അപ്പോൾ ചെളി, ഈ ജീവൻ്റെ അടിമുടി ചെളിയാണ്. സംസാര കർദ്ദം, കർദ്ദമിൻ്റെ ചെളിയാണ്. സംസാര കർദ്ദനാലേവ പ്രക്ഷാളന പടീയസി. ഈ ജീവനെ ബാധിച്ചിരിക്കുന്ന സംസാരമാകുന്ന അജ്ഞാനവും വിഷയവാസനകളുമാകുന്ന ചെളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഈ ജീവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ശുദ്ധാക്കിയെടുക്കാനുള്ള വെള്ളം ഏതാ? കൊച്ചു കുട്ടികളൊക്കെ, നമ്മുടെ കുട്ടികളൊക്കെ കളിക്കാൻ പോയിട്ട് ഇപ്പം ഇല്ല, ഒക്കെ മുറിയുടെ ഉള്ളിലാണ്, മറ്റത് മുറ്റത്താണ് കളി അല്ലേ? കളിച്ച് മേലും ശലയിലും ഒക്കെ ഇങ്ങനെ ചെളി വച്ച് തേച്ച് വരൂലേ? കുട്ടിയെ നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൽ അമ്മ എന്ത് ചെയ്യുന്നു, എന്നെ എടുത്ത് പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് നല്ലോണം സോപ്പൊക്കെ തേച്ച് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് കൊണ്ടുവരൂലേ? ഇതുമാതിരി ഈ ജീവനെ സുന്ദര കുട്ടപ്പനാക്കണം. അപ്പോൾ അജ്ഞാനം കൊണ്ടും കർമ്മവാസനകളെ കൊണ്ടും അങ്ങനെ മലീമസമായിരിക്കുക. സംസാര കർദ്ദമം, സംസാരമാവുന്ന ചെളിയിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ ജീവനെ ശുദ്ധീകരിക്കാൻ, പ്രക്ഷാളനം, കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി ജീവൻ മുക്തനാക്കി തീർക്കാനുള്ള വെള്ളം ഏതാ? കഥാതീർത്ഥേ സ്ഥിരേ. അതിന് പറ്റിയ ഏറ്റവും യോഗ്യമായ, ബാക്കി വെള്ളത്തിൽ നിന്നും കുളിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ തീർത്ഥാസ്ഥലങ്ങളിലോ എങ്കിലും എങ്ങനെയൊന്നും പോയി കുളിച്ചുകൊണ്ട് ഈ ജീവൻ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടില്ല. പിന്നെയോ ശ്രീമദ് ഭാഗവത കഥ, ആ കഥ വലിയ തീർത്ഥമാണ്. അതിലിറങ്ങി മുങ്ങിയാൽ മുക്തിരേവ ബുധൈ സ്മൃത. ആ ജീവന് ഇനി ചെളി പറ്റൂല, ഭാവിയിൽ നിന്ന് മാത്രമല്ല, പറ്റിയ ചെളി അജ്ഞാനാണ് ഏറ്റവും വലിയ ചെളി, അത് മുഴുവൻ കഴുകിക്കളഞ്ഞ് ആ ജീവൻ കുട്ടി സുന്ദരനാക്കണമായി. ഈ ജീവൻ മുക്തനായി. അപ്പോഴാണ് ജീവൻ സുന്ദരനാണ് എന്നാണ് ബുധൈഹി, അറിവുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഭാഗവതപ്പം നമുക്ക് കേൾക്കണ്ടേ? നമുക്ക് ഒരുപാട് ചെളിയിൽ പൊതിഞ്ഞിരിക്കേണ്ട നമ്മളറിയണില്ല നമ്മുടെ ചെളികൾ. ഈ കർദ്ദമം പോകണമെങ്കിൽ, ഈ ചെളി പോകണമെങ്കിൽ കഥാതീർത്ഥത്തിൽ ഇറങ്ങി മുങ്ങണം എന്നർത്ഥം. ഈ കഥാതീർത്ഥത്തിൽ മുങ്ങാതെ ബാഹ്യതീർത്ഥത്തിൽ നമ്മൾ എത്ര മുങ്ങിയോട്ടും കാര്യം, അതിനൊന്നും ഇത്രയും ശക്തിയില്ല, കഴിവില്ല. അത് കാലം കൊണ്ട് കുറച്ചൊക്കെ ചെളിയെ കഴുകി കളഞ്ഞൊന്ന് വരാം. ഏവം ബ്രുവതിയൈ തസ്മിൻ വിമാനമാഗമത്തത. ഇങ്ങനെ ആരെ പറഞ്ഞത്? സ്വന്തം അനുഭവത്തിലൂടെ ഈ പ്രേതഭാവതയിൽ നിന്ന് മോചനം നേടി വിഷ്ണു സ്വരൂപം കൈവന്ന ദുന്ദുകാരിയാണ് ഈ പറയണത്. അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് ഭാഗവത മഹിമ, അതുപോലെ ആ തന്നെ മോചിപ്പിച്ച ഗുരുനാഥനായ ഗോകർണനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു വിമാനം. എന്താ വിമാനം? വിമാനത്തിന് ട്രാൻസ്ലേഷൻ ആകാശക്കപ്പൽ എന്നാണ്. ആകാശക്കപ്പലാണ് വിമാനം. ഒരു വിമാനമുണ്ട്, വൈകുണ്ഠവാസുതിയുടെ യുക്തം. മാത്രമല്ല വൈകുണ്ഠവാസികളുണ്ട്, ഭഗവത് പാർഷദന്മാരും വന്നുണ്ട്. അതിൽ പ്രസ്ഫുരദീപ്തിമണ്ഡലം, ദിവ്യപ്രകാശത്തോടുകൂടി വൈകുണ്ഠവാസികളൊക്കെ ഇരിക്കുന്ന പാർഷദന്മാരോട് വിമാനം അവിടെ വന്നു. എന്തിനാ? ഈ ജീവനെ കൊണ്ടുപോകാൻ, ദുന്ദുകാരിയെ കൊണ്ടുപോകാൻ. സർവേഷാം പശ്യതാം ഭേദേ വിമാനം ദുന്ദുലീസുത വിമാനേ വൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോ വാക്യം അബ്രവീ. എല്ലാ ആളുകളും നോക്കിക്കൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കേ. ഇത്രയും മഹാപാപം ചെയ്ത് 100 ഗയാശാബ്ദം കൊണ്ടുപോലും സദ്ഗതി കിട്ടാതെ പ്രേതമായി അലഞ്ഞിരിഞ്ഞ ആ ദുന്ദുലിയുടെ പുത്രനായ ദുന്ദുകാരി ഇപ്പോൾ സംസാര കർത്തമൊക്കെ കഴുകി കളഞ്ഞു, ഇവൻ മുക്തനായി. ആ പാർഷദന്മാർ വന്ന് അതിനെ വിമാനത്തിൽ കയറ്റി. ആ സമയത്ത് ആ വിമാനത്തിൽ ഇയാളെ കയറ്റിക്കൊണ്ടുപോയ വൈഷ്ണവന്മാരോട്, അല്ലെങ്കിൽ ആ ഭഗവത് പാർഷദന്മാരോട് ഗോകർണൻ ചോദിച്ചു, ഇതെന്തൊരു കഥ? അത്രയോ ഭഗവത് സന്ധിശോധാര മമ നിർമ്മലാഹ. എൻ്റെ ഈ വായന കേട്ടുകൊണ്ട് ഈ ദുന്ദുകാരി മാത്രമല്ല, എത്രയോ ആൾക്കാർ, നല്ല ആൾക്കാർ ഇവിടെ കേട്ടുമല്ലോ. എന്താ? ആനീതാനി വിമാനാനി തേഷണം യുഗപ്രകൃത. അവർക്കും എന്താണ് ഒരേ ഇതുപോലെ വിമാനങ്ങൾ കൊണ്ടാണ്ടിരുന്നത്. ഇത്ര ആൾക്കാർ കഥ കേട്ടിട്ട് ഒരാൾക്ക് മാത്രം വിമാനം കൊണ്ടുവരിക, ഇങ്ങനത്തെ പക്ഷഭേദം കാണിക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും കൊണ്ടുവരാണ്ട് ഒരാൾക്ക് മാത്രം എന്താ വിമാനം കൊണ്ട് ഇയാളെ കൊണ്ടുപോകണത് എന്ന് ചോദിക്കുക. എന്താ താല്പര്യം? ഒരർത്ഥം വിമാനം എന്ന് പറഞ്ഞാൽ ആകാശക്കപ്പൽ, നമുക്കറിയാലോ, പല പല സർവീസുകളുണ്ട് അല്ലേ, എയർ ഇന്ത്യ പോലെ. മറ്റതെന്താ? മറ്റൊരർത്ഥം മാനം എന്ന് പറഞ്ഞാൽ അഭിമാനം, വീഴ്ച വിട്ടുപോകുക. നമ്മളെ സംസാരത്തിൽ ബന്ധിച്ചിരിക്കുന്നത് എന്താ അറിയാമോ? ഈ ശരീരാഭിമാനമാണ്. അതാണ് അജ്ഞാനം, അതാണ് മറ്റേ അർത്ഥങ്ങളൊക്കെ കാരണം. അപ്പോൾ ഈ ശരീരമാണ് ഞാനെന്ന അഭിമാനം വിട്ടുപോയി എന്നർത്ഥം. അത് ഭാഗവത ശ്രവണം കൊണ്ട് സാധിക്കുന്ന പറഞ്ഞേ. ഇത് കാര്യം ആലോചിച്ച് നോക്കൂ. ഞാൻ ദേഹമാണെന്ന തോന്നലിനെ ഇല്ലാണ്ടാക്കി ഞാൻ ആ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവത് സ്വരൂപിയാണ് എന്ന സാക്ഷാത്കാരത്തിലേക്ക് ഒരു ജീവനെ എത്തിക്കാൻ കഴിവുള്ള
ഗ്രന്ഥരാജനാണ് ശ്രീമദ് ഭാഗവതം. അതാണ് മറ്റൊരു ഗ്രന്ഥങ്ങൾക്കും ഇത്ര എളുപ്പത്തിൽ സാധിക്കില്ല ഭാഗവതനെ പോലെ. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. അപ്പം അത് വന്ന് പോയാലോ, അത് ജീവൻമുക്തനായില്ലോ. അതാണ് വിവേകരാമൻ പറയും, വിമാനമാലംബ്യ ജീവൻമുക്തന്മാർ ഈ ശരീരത്തിലുള്ള അഭിമാനം വിട്ടുകൊണ്ട് ഈ ശരീരത്തിൽ ആ ഒരു നാടകത്തിൽ ആളെ അഭിനയിക്കണമായി ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഒന്നിലൂടെ ഒട്ടലില്ല. അതാ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം ഭാഗവതം കേട്ടിട്ട് ജീവൻ മുക്തനാവാൻ സാധിച്ചത്? എല്ലാവരും എന്തുകൊണ്ട് മുക്തരാവണില്ല? വിമാനം വന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിനർത്ഥം ഒരർത്ഥം. അപ്പോൾ പറഞ്ഞു കാരണം. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ ഭാഗവതം പറയണോ കേൾക്കണോ എത്ര ആൾക്കാർ മുക്തരാവുണ്ടോ നമുക്കറിയില്ല. ചിലപ്പോൾ കേൾക്കണവർ മുക്തരായിരിക്കും, പറയണവനോടിരിക്കും. ആരാ മുക്തരാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആരുടെ അഭിമാനമായി പോയ ഈ ഭാഗവതം കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എന്നർത്ഥം. കാണാൻ പറ്റില്ലല്ലോ ഈ സംഗതി. അതെ, എന്തുകൊണ്ട് വരുന്നില്ല നമുക്ക് കേട്ടിട്ടെന്നാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടെന്നാണെങ്കിലും അതിൻ്റെ കാരണം പറഞ്ഞു. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ശ്രവണം സമഭാഗേന സർവേഷാമിക ദൃശ്യതേ ഫലഭേദ കുതോ ജാത പ്രഭൃവന്തു ഹരിപ്രിയാ. ഹരിപ്രിയന്മാരെ, വിഷ്ണുപ്രിയന്മാരെ, വിഷ്ണുപാർഷന്മാരെ എല്ലാവരും കേട്ടത് ഒരുപോലെ, ഒരേ ഭാഗവത കേട്ടത്, പറഞ്ഞത് ഒരാൾ തന്നെയാണ്. പക്ഷേ ഫലത്തിൽ മാത്രം എന്താ വ്യത്യാസം വരാൻ കാരണം എന്ന് ഗോകർണൻ ജോഷി പറഞ്ഞു, ഹരിദാസന്മാർ പറഞ്ഞു, വിഷ്ണുദൂതന്മാർ പറഞ്ഞു. ശ്രവണസ്ഥ വിഭേദേന ഫലഭേദോപി സംസ്ഥിത. ശ്രവണം ചെയ്തു എല്ലാവരെങ്കിലും കേട്ടതിൽ വ്യത്യാസമുണ്ട്. ഈ ദുന്ദുകാരി കേട്ട മാതിരി സമർപ്പണത്തോടെയും ആശ്രയത്തോടെയും മറ്റുള്ളവരും കേട്ടില്ല. ഓരോരുത്തരുടെയും മനോഭാവം എന്താ ഭാഗവതം കേൾക്കുമ്പോൾ, ഏതൊരു ഭാവത്തിലെ ഈ ഭാഗവതം കേൾക്കണത് അത് വളരെ പ്രധാനം. എനിക്ക് ഈ ഭാഗവതമല്ലാതെ മറ്റൊരു ആശ്രയമില്ല. ഭാഗവതം പ്രത്യക്ഷ ഭഗവാൻ കൃഷ്ണനാണ്. ഈ ഭാഗവതം കൊണ്ട് എൻ്റെ എല്ലാ ജ്ഞാനവും സംസാരവാസനവും കഴുകിക്കളഞ്ഞ് എന്നെ ഭഗവത്പാദത്തോട് ചേർക്കാനുള്ള കെൽപ്പുണ്ടതിന് ഈ ഭാഗവത്തെ അങ്ങനെ വിശ്വസിച്ച് സമാശ്രയിച്ചു കൊണ്ട് കേട്ടത് ആരാ? ബന്ധുകാരി മാത്രം. കാരണം എല്ലാ മാർഗങ്ങളും അടഞ്ഞു കഴിഞ്ഞു. 100 വ്യാശാബ്ദം കൊണ്ട് പോലും ഈ സദ്ഗതിയില്ല. ശാസ്ത്രങ്ങളൊക്കെ തിരഞ്ഞിട്ട് പണ്ഡിതന്മാർ നിശ്ചയിച്ചു വ്യാശാബ്ദം കൊണ്ടില്ലെങ്കിൽ ഇനി രക്ഷയില്ല എന്ന്, അല്ലേ? ആ ഒരു സമർപ്പണവും ശരണാഗതിയും ഈ ദുന്ദുകാരിക്കുണ്ടായി. ആ ദുന്ദുകാരി അങ്ങനെ ആ ഭാവത്തോടെ ആശ്രയിച്ച മാതിരി മറ്റുള്ളവരെ ആശ്രയിച്ചില്ല. നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം വളരെ പ്രധാനം കേൾക്കുമ്പോൾ. 2, ശ്രവണം തു കൃതം സർവൈ തഥാനം മനനം കൃതം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേട്ടില്ല എന്ന് പറഞ്ഞൂടാ. പക്ഷേ ഈ ദുന്ദുകാരി ഒരാൾ മാത്രമാണ് അത്രേ ഈ കേട്ടതിനെ മുഴുവൻ മനനം ചെയ്തുള്ളൂ, ചിന്തിച്ചുള്ളൂ, അർത്ഥം മനസ്സിലുറപ്പിച്ചുള്ളൂ. അത്ര അതുമല്ല, സപ്തരാത്രം ഉപോഷ്യ ഏവ പ്രേതേന ശ്രവണം കൃതം. ഈ പ്രേതം കേട്ടത് എങ്ങനെയാ? 7 ദിവസം ജലപാനം ഒന്നും കഴിക്കാതെ, ഒന്നും കഴിക്കും, ഉപവാസം ചെയ്തുകൊണ്ടാക്കേണ്ടത്, അല്ലേ? നമുക്കറിയാം നമ്മുടെ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ സപ്താഹം സദസ് കഴിയുമ്പോൾ ഉറക്കം വരും. അത്ര മാതിരിയാണ് വയറ് നിറച്ച് ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അത് ഉച്ചയ്ക്ക് സദ്യയാണ് എല്ലാ സപ്താഹത്തിലും, അല്ലേ ഉണ്ണി? അന്ന് കേൾക്കാൻ ആളില്ലെങ്കിൽ സപ്താഹം സദ്യക്ക് നല്ല ആളുണ്ടാവും. എത്ര പറ അരി വെച്ചു എന്നുള്ളതാണ് സപ്താഹം വിജയിച്ചതിൻ്റെ ലക്ഷണം. സ്പോൺസർ ചെയ്യാനും ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിരുന്നു നല്ല ഉറക്കം. അത് 4 മണിക്ക് വീണ്ടും പലഹാരത്തോടെ ചായ. നമ്മുടെ അവിടെയാണ് പലഹാരം കൂടെ കാണുന്നത്, അല്ലേ? എന്തായാലും പിന്നെ ഉറക്കം തന്നെ. എപ്പോഴത് കേൾക്കുക? ഇത് ഹാഫ് മൈൻഡോടുകൂടി, ഹാഫ് സ്ലീപ്പി ആയിട്ടുള്ള മൈൻഡോടുകൂടിയല്ലേ അധികം ആൾക്കാർ സപ്താഹം കേൾക്കണേ. എന്നോട് ഒരമ്മ പറയണം, നമ്മുടെ തൃശ്ശൂരത്തെ ക്രൂരമ്മ, അവരൊക്കെ 108 സപ്താഹം കേൾക്കണം തീരുമാനിച്ചു. അവർ 60 ദിവസം അവർക്ക് 108 സപ്താഹം കേൾക്കണം തീരുമാനിച്ചു. കേട്ടു ഭഗവാന്റെ കാര്യം. എങ്ങനെ എത്ര അവർ ഓടുക? അപ്പോൾ കുട്ടിയൊക്കെ പ്രസവിച്ചിട്ട് ആ കുട്ടി അവിടെ ഇട്ടിട്ട് ഓടും. എങ്ങനെ ഓട്ടെ? കുറച്ച് പാലിൽ തൈര് ഒഴിച്ചു, ഇത്തിരി പഞ്ചസാര ഇട്ടത് എടുത്തുകൊണ്ട് പോകും. മുഴുവൻ പകൽ സമയം അവിടെ നിന്ന് ഇത് മാത്രം ഉച്ചയ്ക്ക് കഴിക്കുക. നമ്മുടെ ക്രൂരമ്മ ഇങ്ങനെയൊക്കെ ഒരു സപ്താഹം കിടക്കണത്. ഇത്തിരി പാലിൽ ഇത്തിരി തൈര് ഒഴിച്ച് പഞ്ചസാര ഇട്ട് കുടിക്കും. ലസ്സി, നമ്മുടെ നോർത്ത് ഇന്ത്യയിലത്തെ ലസ്സി ഇതാണ്. ഇവിടെ നോക്കൂ, നമുക്ക് തന്നെ അറിയില്ലേ, നമ്മളിങ്ങനെ ശാപ്പാടൊക്കെ കഴിച്ച് ഭാഗവതം കേൾക്കായിരുന്നെങ്കിൽ നമുക്ക് ഉറക്കം തൂങ്ങാണ്ടിരിക്കുമോ? നമ്മളെ മനസ്സിന് ഏകാഗ്രത ഉണ്ടാവുമോ? ശ്രദ്ധയുണ്ടാവുമോ? ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോകണം, മൂത്രമൊഴിക്കണം, ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ തോന്നില്ലേ? അതാ സപ്തരാത്രം. ഇപ്പം നോക്കൂ, ഈ ഹിന്ദുകാരി കേട്ട മാതിരി ആര് കേട്ടു എന്നാണ് ചോദിക്കണത്. മാത്രമല്ല നാനാ വിചാരങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ കേൾക്കാതിരിക്കണത്, അല്ലേ? ഇന്നത്തെ കാലത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഈ മിഷൻ ഇല്ലാണ്ട് പറ്റില്ല, ജീവിതമില്ല.
ഇത് നോക്കിക്കൊണ്ടാണ് ഇരിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇതടിക്കുന്നത്. ഉടനെ എത്തും. അവിടെ നിന്ന് കുരുങ്ങി നിർത്താന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഓടി. എല്ലാവരും എത്താൻ നടന്നു. എങ്ങനെ അവർക്ക് ഈ ശ്രവണത്തിൻ്റെ ഫലം കിട്ടുക പറയൂ? ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ദോഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് കേൾക്കണവരെങ്കിൽ ഇനിയൊക്കെ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും കേൾക്കാൻ പോട്ടെങ്കിൽ ഇതൊക്കെ മാറ്റി ഒഴിവാക്കിക്കൊണ്ട് ചെയ്താൽ നമുക്ക് ഈ എന്തുകാര്യമായി ഒറ്റ ശ്രവണം തന്നെ കിട്ടുമെന്ന് പറയാനാണ്. നമ്മുടെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ആളിൽ നിന്ന് ഭാഗവതം കേട്ടിട്ട് ഒരാൾക്ക് മാത്രം ജീവൻ മുക്തനാവാൻ സാധിച്ചത് മറ്റുള്ളവർക്ക് പറ്റാത്തത് ആയത് എന്നുള്ളതിന് നമ്മൾക്കൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് പറയണം ഫലഭേദ തതോജാത. അതുകൊണ്ടാണ് ആ ശ്രവണത്തിലുള്ള ഭേദം കൊണ്ട് വ്യത്യാസം കൊണ്ട് ഫലത്തിൽ വ്യത്യാസം വന്നു. ഭജനാദഭിമാനത, ഭജനത്തിലും വ്യത്യാസം. ഭാവനല്ലോ ആ ഭാവനയിലും വ്യത്യാസം ഉണ്ടായിരുന്നു. മനനാദി തഥാതേന സ്ഥിരചിത്തേ കൃതേ വൃഷം. എന്നിട്ട് സന്ദർഭം അനുസരിച്ച് കൊണ്ട് വേറെ ചില കാര്യങ്ങളും പറയാണ്. പ്രേതം മനസ്സിനെ സ്ഥിരമാക്കിയിരുന്നുകൊണ്ട് ഭാഗവതം മുഴുവൻ കേട്ടു ഒന്നും കഴിക്കാതെ ആ കേട്ടതിനെ മുഴുവനും ചിന്തിച്ച് മനനം ചെയ്ത് ആലോചിച്ചുറപ്പിച്ചു. മനനമില്ലെങ്കിൽ നമ്മുടെ അറിവ് ഉറക്കില്ല. പ്രേതം ശ്രവണം നമ്മൾ ധാരാളം ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലായി തോന്നണ്ടല്ലോ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു. എന്താ കാരണം? കുറച്ചില്ല. കാരണം മനനമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അദൃഢം ച ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം സന്നിഗ്ധോ ഹി മതോ മന്ത്ര വ്യഗ്രതിത്തോ ഹതോ ജപ. സന്ദർഭവശാൽ ചില കാര്യങ്ങളും കൂടി നമ്മൾ അറിയേണ്ടതുള്ളതുകൊണ്ട് പറയാം. എന്ത്? അറിവ് ഉള്ളിൽ ഉറക്കണമെങ്കിൽ, ജ്ഞാനം ഉള്ളിൽ ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഉപദേശിക്കുന്ന ഗുരുനാഥനിൽ പൂർണ്ണ വിശ്വാസവും ശ്രദ്ധയുണ്ടാവണം. അങ്ങനെ കേൾക്കണം, ഏകാഗ്ര മനസ്സോട് കേൾക്കണം. ആ കേട്ട അറിവിനെ മനനം ചെയ്ത് ഹൃദയത്തിൽ ഉറപ്പിക്കണം. അല്ലെങ്കിൽ ആ ജ്ഞാനം ദൃഢമാവില്ല, ഉറക്കില്ല. അദൃഢം ച ഹതം ജ്ഞാനം, ദൃഢമല്ലാത്ത അറിവ് നഷ്ടപ്പെട്ടു തന്നെയാണ്. പ്രമാദേന ഹതം ശ്രുതം, മനസ്സ് ഏകാഗ്രതയില്ലാതെ പല പല വിചാരങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ കേൾക്കണതെങ്കിലോ ആ ശ്രവണം ഫലപ്രദമാവില്ല, എഫക്റ്റീവ് ആവില്ല. ആ ശ്രവണത്തിന് വേണ്ട പോലെയുള്ള പ്രയോജനം ഉണ്ടാവില്ല. നമുക്കൊന്നും മനസ്സിലാവുകയില്ല കേൾക്കുമ്പോൾ തന്നെ. അതുപോലെ സന്നിഗ്ധോ ഹ്യതോ മന്ത്ര, മന്ത്രം ജപിക്കുമ്പോൾ അതിൽ സംശയം വരാൻ പാടില്ല. ഈ മന്ത്രം ജപിച്ച ഫലമുണ്ടോ? മന്ത്രത്തിലും ഗുരുവിലും ദൈവത്തിലും ഒക്കെ നമ്മുടെ ശ്രദ്ധയ്ക്കനുസരിച്ചിടല്ല. യാദൃശീ ഭാവന സിദ്ധിർഭവതി താദൃശീനാണ്. ജപിക്കുന്ന മന്ത്രത്തിൽ ഇത് വിശ്വായ മന്ത്രമാവാം, നാരായണ മന്ത്രമാവാം, ഏതൊരു മന്ത്രമാവാം. ഈ മന്ത്രം മതിയോ? ഈ മന്ത്രത്തിനേക്കാൾ പവർഫുൾ മറ്റേ മന്ത്രമല്ലേ? ആ ഗുരു ആ മന്ത്രമാണല്ലോ കൊടുത്തത്. ഈ ഗുരു എന്താ ഈ മന്ത്രം തന്നെ? എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സംശയം ഉണ്ടെങ്കിൽ ആ മന്ത്രജപത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, ഏകാഗ്രത വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ ആ മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് ഫലം കിട്ടില്ല. അതാ സംശയം ജപിക്കാൻ പാടില്ല. മന്ത്രത്തിൽ ഗുരുനാഥൻ പറഞ്ഞ ദേവതയിൽ, ഇഷ്ടദേവതയിൽ, ഗുരുവിൽ, കൂട്ടത്തിൽ ഡോക്ടറെ കാണാൻ പോയ ഡോക്ടറിൽ സംശയം വരാൻ പാടില്ല. ഈ ഡോക്ടർക്കൊന്നും അറിയില്ല എന്നാണ്. അതുകൊണ്ട് ഇയാളുടെ അടുത്ത് പോയി കൺസൾട്ട് വേറെ ഡോക്ടറെ പോകും. മരുന്നിലെ, ഔഷധേ, വൈദ്യേ, ഗുരൗ, ശാസ്ത്രേ, മന്ത്രേ, തീർത്ഥേ, ദേവേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയണം. ദേവതയിൽ, തീർത്ഥത്തിൽ, ഒരു തീർത്ഥത്തിൽ പോയി കുളിക്കാൻ പോയി. ഓ എന്ത് വൃത്തികെട്ട, അയ്യോ ഭസ്മക്കുളത്തിൽ കുളിയെന്നൊക്കെ പറയാം. പക്ഷേ ഇതിൽ കുളിച്ചാൽ എല്ലാ അഴുക്കും മുഴുവൻ കേട് വരും എന്ന് വിചാരിച്ച് കുളിച്ചാൽ ഒരു പ്രയോജനം ഇല്ല. കുളിക്കാണ്ടിരിക്കുക മനസ്സിലായില്ലേ? ശബരിമല പോകുമ്പോളേ, ഏത് തീർത്ഥത്തിൽ പോകുമ്പോഴും. പ്രധാനമന്ത്രി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ നമ്മളോട്, ഗോപാൽജി അദ്ദേഹം ചെരുപ്പേ ഇടില്ല. ഇവിടെ ചെളിയിൽ കാണാനേ പാടില്ല. ഉണ്ണികൃഷ്ണന്റെ പാദസ്പർശം കൊണ്ട് ധന്യമായ ഭൂമിയാണത്. അങ്ങനെ വേണം. അവിടെ ഉള്ളവരവിടെ ഉരുളാണ്, കിടന്ന് നമസ്കരിച്ചിട്ടാണ് ഗോവർദ്ധനത്തെ പരിക്രമണം ചെയ്യുന്നത്. കണ്ടില്ലേ നമ്മൾ ഈ പോയാൽ കാണും. അവർക്ക് ആ ഭാവന, അവിടെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഭാവനയാണ് യാദൃശീ ഭാവന. എങ്ങനെയാണ് നമ്മുടെ ഭാവന? സിദ്ധിർഭവതി താദൃശി. അതുപോലെ നമുക്ക് ഫലസിദ്ധി ഉണ്ടാവുക. ഒരു വിവരമില്ലാത്ത ആളായിരിക്കാം, പക്ഷേ അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. മന്ത്രത്തിലായാലും, ഗുരുനാഥനായാലും, ഔഷധത്തിലായാലും, വൈദ്യനിലായാലും, തീർത്ഥത്തിലായാലും, ക്ഷേത്രത്തിലായാലും ഒക്കെ ഈ ശ്രദ്ധ വളരെ മുഖ്യ വിഷയമാണ്. അപ്പം അതില്ലെങ്കിലോ നഷ്ടപ്പെട്ടു ഫലം ആട്ടെ. അപ്പം എന്താണ് നമുക്ക് പറ്റുന്ന തകരാറുകളെന്ന് സന്ദർഭവശാൽ, എന്തുകൊണ്ട് ഇത്രയും ആൾക്കാരെൻ്റെ ഭാഗവതം കേട്ടിട്ട് ഒരാൾക്ക് മാത്രം വിമാനം വന്നു, അഥവാ ജീവൻ മുക്തനായി ഭഗവത്പദം പ്രാപിച്ചു എന്ന ചോദ്യത്തിന് ഗോകർണനോട് പറഞ്ഞ വിഷ്ണുദൂതന്മാരുടെ മറുപടി, ഭാഗവതം വായിക്കും,
കേൾക്കും പറയും ചെയ്യുന്ന നമുക്കൊക്കെയും വലിയൊരു മാർഗദർശനമാണ്. എന്നിട്ട് പറഞ്ഞു, പുനഃശ്രവാന്തേ സർവേഷാം വൈകുണ്ഠേ വസധ്രുവം ഗോകർണ തവ ഗോവിന്ദ ഗോലോകം ദാസി സ്വയം. ഗോകർണ, ഇനി ഒരു സപ്താഹം കൂടി അങ്ങ് നടത്തും. ഒരിക്കൽ കൂടി ഇവരൊക്കെ കേട്ടാൽ, ഇപ്പോൾ അവർക്ക് കേട്ട ഇത്രയും വിഷ്ണുദൂതന്മാരുടെ മുഖത്ത് നേരിട്ട് അവരുടെ ദൗർബല്യം പോരായ്മ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി കേട്ടാൽ തീർച്ചയായിട്ടും ഇവർക്കൊക്കെയും വൈകുണ്ഠത്തിൽ പോകാൻ പറ്റും. സർവേഷാം വാസം വൈകുണ്ഠേ ഭവതി ധ്രുവം. ഇവർക്കൊക്കെ വൈകുണ്ഠത്തിൽ വസിക്കാറാവും, വൈകുണ്ഠപ്രാപ്തി ഉണ്ടാവും. ഗോകർണ, അങ്ങനെ ഇവർക്കൊക്കെ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്ന ഭാഗവത കഥ പറയുന്ന അങ്ങേക്ക് ഭഗവാൻ എന്താ തരാൻ പോണത്? ഹേ ഗോവിന്ദ ഗോലോകം ദാസതി, ഭഗവാൻ അങ്ങേ വന്ന് ഗോലോകത്ത് തൻ്റെ ലോകത്തേക്ക് കൂട്ടിയിട്ട് പോകും എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണുദൂതന്മാര് ഏവമുക്വാ ഏവ സർവേ വൈകുണ്ഠം ഹരിനാമ സങ്കീർത്തനം ചെയ്തുകൊണ്ട് അവർ ആ ബന്ധുകാരിയും കൊണ്ട് വിമാനത്തിൽ വിഷ്ണുദൂതന്മാർ പറഞ്ഞു പോകുകയും ചെയ്യുന്നു. ശ്രാവണേ മാസി ഗോകർണ കഥാമൂലേ പ്രതാപന. അപ്പം എല്ലാ ശ്രോതാക്കൾക്കൊക്കെ വലിയ ഇത് കേട്ടപ്പോൾ അവർക്കൊക്കെ ഒരു പരിതാപം ഉണ്ടായി. അവരൊക്കെ ഗവർണറോട് പറഞ്ഞു, ഗവർണർ നേരത്തെ ഞങ്ങൾക്ക് പ്രേതത്തിന് വേണ്ടി ഭാഗവതം നടത്തിയെന്ന് ഞങ്ങൾ വിചാരിച്ചു, അതുകൊണ്ട് പ്രേതം രക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഭാഗവത സപ്താഹം നടത്തണം, ഞങ്ങൾ സ്ഥലത്തോടെ കേൾക്കുന്നു പറഞ്ഞു. അങ്ങനെ ചിങ്ങമാസത്തിൽ, അടുത്ത ചിങ്ങമാസത്തിൽ തന്നെ ഒരു ഭാഗവത സപ്താഹം വീണ്ടും നടത്തിയ ഗോകർണൻ. സപ്തരാത്രവതിയും ഭൂയശ്രവണം തൈ കൃതം പുനഃ കഥാസമാപ്തോ യജ്ജാതം ശൂയതാം തച്ചനാരദ. ആ രണ്ടാമത് ഗോകർണൻ നടത്തിയ സപ്താഹത്തിൻ്റെ അവസാനത്തിൽ എന്തുണ്ടായി? അത്ഭുതം സംഭവിച്ചോടെ, അത്ഭുതം സംഭവിച്ചു. വിമാനൈ സഹ ഭക്തൈശ്ച ഹരി ആവിർഭൂവ. ഭക്തജനങ്ങളോടുകൂടി അനേകം വിമാനങ്ങൾ അവിടെ എഴുതുന്നു. ഇവരെ കൊണ്ടാണെങ്കിൽ ഒരു വിമാനം പോരല്ലോ, അനേക വിമാനങ്ങൾ. അതിലൊക്കെ ഭഗവാന്റെ പാർഷദന്മാരോടുകൂടി സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി തന്നെ ആ സപ്താഹത്തിൽ വന്നു. നമശബ്ദങ്ങൾ, ഹരിനാമ കീർത്തനങ്ങൾ, പാഞ്ചജന്യനി ഭഗവാൻ നേരിട്ട് പാഞ്ചജന്യം ചക്രേ. സന്തോഷം കൊണ്ട് ഭഗവാൻ ഹരി സ്വയം പാഞ്ചജന്യം വിളിച്ചു. ഗോകർണം സമാലിംഗ്യ അഗരോ സദൃശം ഹരി. ഭഗവാൻ ഈ കണ്ട ജീവന്മാർക്ക് മുഴുവൻ വൈകുണ്ഠപ്രാപ്തിക്ക് ഈ ഭാഗവത സപ്താഹം കേൾപ്പിച്ച് അവരെയൊക്കെ സംസാരത്തിൽ നിന്ന് മോചിപ്പിച്ച പരമ ഉപകാരം ചെയ്ത ഈ പരമവൈഷ്ണവനായ ഭക്തനായ ഗോകർണനെ ആലിംഗനം ചെയ്ത് ഭഗവത് സ്വരൂപിയാക്കി മാറ്റി. ശ്രോതൂനന്യാൻ ഘനശ്യാമാൻ പീതകൗശേയവാഹസ കിരീട കുണ്ടലിന തഥാചക്രേ ഹരിക്ഷണാൽ. നേരത്തെ എങ്ങനെയാണോ ആ ശരീരമില്ലാതിരുന്ന പ്രേതരൂപത്തിലിരുന്ന ദുന്ദുകാരി വിഷ്ണുദൂതനായി മാറിയത്, ഇതുമാതിരി അവിടെ പങ്കെടുത്ത എല്ലാവരെയും ഭഗവാൻ ഭഗവത് സ്വരൂപികളാക്കി മാറ്റി. എല്ലാവരും നീലമേഘ ശ്യാമള വർണ്ണം ധരിച്ച് മഞ്ഞപ്പട്ടുടുത്ത് കിരീടകുണ്ടലങ്ങൾ അണിഞ്ഞ് ഭഗവാനെ പോലുള്ള രൂപമുള്ളവരായി. അവരൊക്കെ സാരൂപ്യമുക്തി കിട്ടി. തദ്ഗ്രാമേ യേ സ്ഥിതാ ജീവ ആശുചാണ്ടാളജാതയ വിമാനേ സ്ഥാപിതാ ദേവി ഗോകർണകൃപയാപത. ആ ഗോകർണൻ്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് ആ നാട്ടിലിരുന്ന എല്ലാ ആളുകൾക്കും വൈകുണ്ഠത്തേക്ക് പോകാൻ സാധിച്ചു. വിമാനങ്ങളിൽ കയറി എല്ലാവരെയും ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. പ്രേഷിത ഹരിലോകേത എത്ര ഗച്ഛന്തി യോഗിനഃ ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം. പറയുന്നു, അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാഃ തഥാ കൃഷ്ണേന തേ നീത ഗോലോകം യോഗിദുർലഭം. പണ്ട് രാമാവതാര കാലത്ത് അയോധ്യാവാസികളൊക്കെ ശ്രീരാമനോടുള്ള സംസർഗം കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി ഭഗവാൻ. അതുപോലെ ഭഗവാൻ ഈ ഗോകർണൻ്റെ സപ്താഹത്തിൽ പങ്കെടുത്ത എല്ലാവരെയും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. ഭഗവാനോ ഗോകർണനെയും കൊണ്ട് യോഗിദുർലഭമായിട്ടുള്ള തൻ്റെ ലോകം, കൃഷ്ണലോകം, ഗോലോകത്തിലേക്കും പോയി. എത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനാന്ന ഗരിക്കഥ തൻ ലോകം ഹി ഗതാസ്തേതു ശ്രീമദ് ഭാഗവത ശ്രവാത്. ആ ഭാഗവത ശ്രവണം കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന ആ ലോകം ഏതാണ്? അത്ര സൂര്യോഭാതിന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭായ സർവെന്ന് ശ്രുതികൾ, വേദങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന സൂര്യനും ചന്ദ്രനും സിദ്ധന്മാർക്കും എവിടെയാണോ പ്രവേശനമില്ലാത്തത് ആ പുണ്യലോകം, ഭഗവത് ലോകം, ആനന്ദലോകം, വൈകുണ്ഠലോകം, കുണ്ഠതകൾ, ഘട്ടങ്ങൾ, ക്ലേശങ്ങൾ ഒന്നുമില്ലാത്ത ആ പരമ ആനന്ദ ലോകത്തിൽ ഇവരൊക്കെ എത്തിച്ചേർന്നു. എന്നിട്ട് പറയാണ്, ബ്രൂമോദ്യതേ കിം ഫലവൃന്ദമുജ്വലം സപ്താഹേജ്ഞേന കഥാസുസഞ്ജിതം കർണേന ഗോകർണ കഥാക്ഷരം യൈഹി പീതം ചതേ ഗർഭഗതാനഭൂയഃ. ഈ ഗോകർണന്റെ സപ്താഹത്തിൽ പങ്കെടുത്ത ഒരാൾക്കും
പിന്നീട് രണ്ടാമത് അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കേണ്ടി വന്നില്ല. ചിലവരൊക്കെ മുക്തന്മാരായി തീർന്നു. ഈ ഭാഗവത സപ്താഹത്തിൻ്റെ മഹിമ ഞങ്ങൾ എങ്ങനെ പറഞ്ഞ് അറിയിക്കാൻ പറ്റും? പറഞ്ഞറിയിക്കാൻ അസാധ്യമാണ്. ഭാഗവതം കേൾക്കുന്നവർക്ക് പിന്നെ പുനർജന്മമില്ല. ഭഗവത് ലോകത്തിലാണ് അവന് സ്ഥാനം നടത്തുന്നത്. എന്തിനാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന ഈ ഗ്രന്ഥം ഇവിടെ ഇരിക്കുമ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളെ ആശ്രയിച്ച് പോകുന്നത്, മറ്റനുഷ്ഠാനങ്ങൾക്ക് പോകുന്നത്? വാദാമ്പു പർണ അശന ദേഹശോഷണൈ തപോഭിരുഗ്രൈ ചിരകാല സഞ്ചിതൈ യോഗൈശ്ച സംയാന്തി നതാംഗരിം വൈ സപ്താഹഗാഥാശ്രവണേന യാന്തിതാം. ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് വായുഭക്ഷണം, ഇലഭക്ഷണം, ഉണങ്ങി എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ പട്ടിണി ഇരിക്കുക, ഇങ്ങനെ പലതരത്തിൽ ശരീരത്തെ ശോഷിപ്പിച്ചും ക്ലേശിപ്പിച്ചും തപസ്സി. അങ്ങനെയുള്ള തപസ് കൊണ്ടോ യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ടോ മറ്റുള്ള യാതൊരു അനുഷ്ഠാനങ്ങളെ കൊണ്ടും ശ്രീമദ് ഭാഗവത സപ്താഹം കൊണ്ട് എത്ര എളുപ്പത്തിൽ ഭഗവത് പ്രാപ്തിയും ഭഗവത് ലോകപ്രാപ്തി സാധിക്കുമോ അതുപോലെ ഇതുകൊണ്ടൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ആരാ പാടുന്നത്? ഇതിഹാസമോം പുണ്യം ഷാണ്ഡില്യോ വിമുനീശ്വര പടതേ ചിത്രകൂടസ്ഥ ബ്രഹ്മാനന്ദ പരിപ്ലുത. ബ്രഹ്മാനന്ദ അനുഭൂതിയിൽ, ആത്മാനന്ദ അനുഭൂതിയിരിക്കുന്ന ജീവൻ മുക്തനാണ് ആര്? ഈ ഷാണ്ഡില്യ മഹർഷി. അവിടെ ഇരുന്ന് അദ്ദേഹം ചിത്രകൂടത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഇതിഹാസത്തെ, ഈ ഗോകർണൻ്റെ ചരിത്രത്തെ പാടിക്കൊണ്ടിരിക്കുന്നു. ആഖ്യാനമേതത് പരമം പവിത്രം ശ്രുതം സകൃത്വൈ വിദഹേതവഹൗഘം ശ്രാദ്ധേ പ്രയുക്തം പിതൃവൃത്തിമാവഹേത് നിത്യം സുപാഠാത് അപുനർഭവം ജാ. ഏതാൽ പവിത്രമാഖ്യാനം, അതിപവിത്രമായ, എത്ര പാപജ്യ ജീവനെയും പരിശുദ്ധമാക്കുക, പവിത്രമാക്കുന്ന, അപവിത്ര പവിത്രോവാണ് അല്ലേ? സർവാവസ്ഥാങ്കതേ ഒഴിവാകും. യസ്മരേ പുണ്ടരീകാക്ഷം സബാഹ്യാഭ്യന്തര ഹരീനം. സ്മരണമാത്രം കൊണ്ട് സർവ്വപാപങ്ങളെ നശിപ്പിച്ച് അവനെ സദ്ഗതി കൊടുക്കുന്ന ഈ ശ്രീമദ് ഭാഗവത ചരിത്രം, ഈ കഥ, ഈ ഗുണ്ടുകാരുടെ കഥ ആരാണോ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കുന്നത് അവരെല്ലാ പാപത്തിൽ നിന്നും മോചനായിത്തീരും. ശ്രാദ്ധ സമയത്ത് അല്ലെങ്കിൽ ശ്രാദ്ധ ദിവസത്തിൽ ഈ ചരിത്രം വായിച്ച് കേൾപ്പിച്ചാലോ, ഈ മാഹാത്മ്യം, ഈ മൂന്നാം അധ്യായത്തിൽ പറഞ്ഞ മാഹാത്മ്യം വായിച്ച് കേൾപ്പിച്ചാൽ തന്നെ പിതൃക്കൾക്കൊക്കെ തൃപ്തി കിട്ടും, സദ്ഗതി കിട്ടും. നിത്യം സുപാഠാത് അനർഭവം വാ. എന്നും ഭാഗവതം വായിക്കുന്നുണ്ട് പിന്നെ പുനർജന്മമില്ലാത്ത ഭഗവത് പ്രാപ്തി, പരപുരുഷാർത്ഥ ഭാവത മോക്ഷം കിട്ടും. അപ്പോൾ ഭാഗവതം മതി പിതൃക്കൾക്ക് സദ്ഗതി കിട്ടാനും, വേദങ്ങൾക്ക് മാത്രമല്ല ജീവിച്ചിരിക്കുന്നവർക്ക് സദ്ഗതി കിട്ടാനും മോക്ഷം കിട്ടാനും അത്രയും മഹിമയേറിയതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാഹാത്മ്യം ഇവിടെ ഇപ്പോൾ ചുരുക്കത്തിൽ അവതരിച്ചത്. ഇനി അടുത്ത അധ്യായത്തിൽ അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് നടത്തേണ്ടത്, എവിടെ വെച്ചാണ് നടത്തേണ്ടത്, അതിൻ്റെ വിധി എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാം. അതിനുശേഷം എവിടെ നടക്കുകയാണ്? ഇതൊക്കെ ഇപ്പോൾ ഹരിദ്വാറിലാണ് കേട്ടോ. ഹരിദ്വാറിൽ ഗംഗാതീരത്ത് ആനന്ദഘാട്ടിൽ സനകാദി മഹർഷിമാർ ഭാഗവതത്തിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കണേ. മുഖ്യ ശ്രോതാവായ ശ്രീനാരദനും ആ എണ്ണിയാലൊടുങ്ങാത്ത ഋഷീശ്വരന്മാരും പുണ്യനദികളും പുണ്യപർവ്വതങ്ങളും അവരെയൊക്കെ ദേവതകളോടെ വന്ന് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന ആ സദസ്സിലാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം, എന്തെന്ത് പാപങ്ങളാണ് നശിക്കുക, എന്തെന്ത് ലാഭമാണ് കിട്ടുക, ആർക്കാർക്കാണ് വേണ്ടൊക്കെ പ്രയോജനം ഉണ്ടാവുകയെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ടാ സനകുമാരന്മാർ പറഞ്ഞതാണ് ഈ മാഹാത്മ്യം. അപ്പോഴാണ് അതിനൊരു ഇത് വരാൻ വേണ്ടിയിട്ട്, ഒരു ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് ഉപോത്ബലകമായിട്ട് പ്രസംഗവശ ഗോകർണൻ്റെ ആത്മദേവൻ്റെയും ഈ ബുദ്ധുകാരുടെ കഥ പറഞ്ഞു. ഇനി മാഹാത്മ്യം പറഞ്ഞതിന് ശേഷം അവിടെ ഭാഗവതം സപ്താഹമായിട്ട് ഈ സനകാദികൾ നടത്തും. അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ അവിടെ എഴുന്നള്ളി അവരെയൊക്കെ അനുഗ്രഹിക്കും. ആദ്യം തന്നെ വേണ്ടത് ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തണം എന്നുള്ള സങ്കല്പം വെച്ചാൽ അതിന് പറ്റിയ സ്ഥലവും വിശാലമായ സ്ഥലത്ത് വെച്ച് നടത്തണം. അതാണ് ധാരാളം ആൾക്കാരെ ക്ഷണിച്ചു കെട്ടണം. എന്തുകൊണ്ട്? സ്വന്തം ഇതിൻ്റെ മഹിമ അറിഞ്ഞു വരണവർ കുറവായിരിക്കട്ടെ. പല 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 തിരക്കുകളിലും ബഹളങ്ങളിലും പെട്ട് അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് അതൊക്കെ ഉണ്ട് അറിയാം. പക്ഷെങ്കിലും പൊതുവെ ആൾക്കാർ പാപശക്തി കൊണ്ട് പോകില്ല എന്നാണ്. അതുകൊണ്ട് പ്രത്യേകം കല്യാണത്തിനൊക്കെ ആൾക്കാരെ ക്ഷണിച്ചു വരുത്തണമായി ക്ഷണിച്ചു വരുത്തണം എന്നാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശേ തഥാസയം വാർത്ത, നാനാദേശങ്ങളിലേക്ക് ഇതിൻ്റെ പരസ്യം, അഡ്വർടൈസ്മെൻറ്റ് വേണം. നാനാദേശങ്ങളിൽ അറിയിക്കുന്ന ആൾക്കാർ എവിടെ ഭാഗവത സപ്താഹം നടക്കാൻ പോകുന്നുണ്ട്, ഭവിഷ്യരി കഥായാത്ര
7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭഗവത് കഥാപ്രവാഹം നടക്കാൻ പോവാണ്, സജ്ജന സംസം നടക്കാൻ പോവാണ്. ആഗന്തവ്യം കുടുംബവി, നിങ്ങളെല്ലാവരും കുടുംബത്തോടുകൂടി വരണം. എന്തിനങ്ങനെ ക്ഷണിക്കുന്നത്? അപ്പം ആദ്യം വേണ്ടത് ഈ വിശാല മനസ്സിൽ ഈ ഭാഗവതത്തിന് ഇത്രയും മഹിമയുണ്ടെന്ന് അറിഞ്ഞാൽ ഈ ഭാഗവതം എത്ര കണ്ട ആൾക്കാരെ കേൾപ്പിക്കാൻ കഴിയാം, അത്ര കണ്ട ആൾക്കാരെ കേൾപ്പിക്കണം എന്നൊരു വിചാരം ഉണ്ടാവണം. കാരണം അത്രയും ആൾക്കാർ ഇത് കേട്ടാൽ രക്ഷപ്പെടുമല്ലോ. അതാണ് അതിൻ്റെ മഹിമ അറിയുമ്പോൾ അത്ര അധികം ആൾക്കാരെ കേൾപ്പിക്കണം എന്നുള്ള വിശാല മനസ്സിൽ ഉണ്ടാവണം. സ്വയം നമ്മൾ ക്ഷണിച്ചു എന്ന് വരുമ്പോൾ അവർ താല്പര്യം ഉണ്ടാവില്ല. സിനിമയിലും മറ്റുപോലുള്ള കാര്യങ്ങളൊക്കെ താല്പര്യം എന്ത് കഥ അവർക്ക് മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പല ആൾക്കാരും പാപത്തിൻ്റെ ശക്തി കൊണ്ട് അവർക്ക് അതിൽ ശ്രദ്ധയും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കല്യാണത്തിനൊക്കെ ക്ഷണിക്കണ മതി പ്രത്യേകം ക്ഷണിച്ചു വരുത്തണം എന്ന് പറഞ്ഞത്. അപൂർവ രസരൂപാവൈ കഥാചാത്ര ഭവിഷ്യതി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന സജ്ജനങ്ങളുടെ സമാജമാണ്. വലിയ ആ സമ്മേളനമാണ് നടക്കാൻ പോണത്. ഇവിടെ ഭഗവാന്റെ കഥ 7 ദിവസം നിരന്തരമായി നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ഭാഗവതാമൃതം കുടിക്കാൻ വേണ്ടി, പാനം ചെയ്യാൻ വേണ്ടി, അതിൻ്റെ രസം അറിയുന്ന ആളുകളെ നിങ്ങൾ കൂട്ടം കൂട്ടായിട്ട് വന്നു ചെയ്യണം. എല്ലാ ദിവസവും വരെയാണ് വേണ്ടത്. എല്ലാ ദിവസവും വരാൻ കഴിഞ്ഞില്ലെങ്കിൽ 1 ദിവസമെങ്കിലും വരണട്ടോ എന്ന് പ്രത്യേകം ക്ഷണിക്കുന്നത്. സർവഥാ ആഗമനം കാര്യം എപ്പോഴും എന്നും വരികയാണ് വേണ്ടത്. അതിനെ പറ്റിയെങ്കിൽ 1 ദിവസം, 1 ദിവസം പറ്റിയോ ഒന്ന് വന്നു പോവുമെങ്കിലും വേണട്ടോ. ഇങ്ങനെ കാര്യമായി ക്ഷണിക്കണം. അങ്ങനെ വരുമ്പോൾ അവർ ഒന്നും വരാണ്ടിരിക്കില്ല. അങ്ങനെ ഒന്ന് വന്നു, അവിടെ വന്നു, അതിൻ്റെ ഇത്തിരിയെങ്കിലും കാതിൽ കയറി എന്ന് വിചാരിച്ചാൽ പിന്നെ ഭഗവാൻ അവരെ ആകർഷിച്ചോളൂ. അത്രയാണ് ഭാഗവതത്തിൻ്റെ സപ്താഹം നടത്താമെന്ന് വിചാരിക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം. പിന്നെ വിശാലമായ ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള വിശാലമായ സ്ഥലം ഉണ്ടാവണം. അതൊക്കെ അടിച്ച് കുറച്ച് വൃത്തിയാക്കി ചാണം കൊണ്ടൊക്കെ മെഴുകി കോലമൊക്കെ ഇട്ട് അലങ്കാരമൊക്കെ ചെയ്ത് ഒരു മണ്ഡപം പ്രത്യേകം ഉണ്ടാക്കി ആ മണ്ഡപത്തിൽ 7 ലോകങ്ങളുണ്ട്. ആ 7 ലോകങ്ങളൊക്കെ സങ്കല്പിച്ച് അവിടെയുള്ള മഹർഷിമാരൊക്കെ ഉത്തലോകങ്ങളിലൊക്കെ പുണ്യാത്മാക്കളാണല്ലോ ഇരിക്കുന്നത്. ദേവന്മാർ, ഋഷിമുള്, അങ്ങനെയുള്ള ആ മഹർഷിമാരുടെയൊക്കെ സാന്നിധ്യം അവിടെയുണ്ട്. അവരൊക്കെ അനുഗ്രഹം ഉണ്ടാവണമെന്നൊക്കെ അവരോട് പ്രാർത്ഥിച്ച് അതല്ലേ പുൽത്തോല കൊണ്ടും മാലകളെ കൊണ്ടൊക്കെ ആ മണ്ഡലമൊക്കെ വിധാനം ചെയ്ത് അലങ്കരിച്ച് ഈ ക്ഷണിച്ചു വരുത്തിയ ആൾക്കാർക്കൊക്കെ അവരുടെ അർഹതയ്ക്കനുസരിച്ച് പ്രത്യേകം ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കി അങ്ങനെയൊക്കെ വേണം ഭാഗവതം നടത്താനെന്നാണ്. നാളെ പറയാം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നിർമ്മലം സ്മരാമി നാരായണ തത്വമൗവ്യയം നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.